അയ്യപ്പ സംഗമത്തിനെതിരെ അയ്യപ്പന്മാരിലുണ്ടായിരിക്കുന്ന വികാരങ്ങളെ മാനിക്കണം എന്ന് മാത്രമേ എനിക്ക് അദ്ദേഹത്തോട് അഭ്യർത്ഥിക്കാനുള്ളൂ. നിരവധി കരയോഗം പ്രസിഡന്റുമാരുടെ മക്കളും പ്രസിഡന്റുമാരും ഒക്കെ കേസുകളിൽ കുടുങ്ങി ഇന്നും കോടതി കയറി ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അവരുടെയൊക്കെ തൊഴിൽ, അവരുടെയൊക്കെ ഭാവി അപകടത്തിലാണ്. ഈ കേസുകാരൻ പലർക്കും പാസ്പോർട്ട് എടുക്കാൻ നിവൃത്തിയില്ല. ഇങ്ങനെ ഒരു സ്ഥിതിവിശേഷം നിലനിൽക്കുമ്പോൾ ഈ അയ്യപ്പ സംഗമം നടത്തുന്നതിനോട് എന്ത് നിലപാട് സ്വീകരിക്കണം എന്ന് അവർ തന്നെ തീരുമാനിക്കട്ടെ. എല്ലാ വിശ്വാസികളെയും ക്ഷണിക്കും, വർഗീയവാദികൾ ഒന്നിനെയും ക്ഷണിക്കില്ല. അങ്ങനെയാണ് കാര്യം. ഞങ്ങൾ എല്ലാ കാലത്തും വിശ്വാസികൾക്കൊപ്പാണെന്ന് വെറുതെ ആവശ്യമില്ലാതെ ചർച്ച നടത്തിയിരുന്ന കാര്യം. വിശ്വാസി സമൂഹത്തിനെതിരായ ഒരു നിലപാടും CPIM സ്വീകരിക്കാറില്ല. അയ്യപ്പ സംഗമത്തിൽ എതിർപ്പാർക്ക് സൂപ്പർ പ്രൈം ടൈം ഈ വിഷയമാണ് ഇന്ന് വിശദമായ ചർച്ചയ്ക്ക് വിധേയമാക്കുന്നത്. നമ്മളോടൊപ്പം അതിഥികൾ ഡോക്ടർ PK ഗോപൻ CPM-ൽ നിന്ന്, അഡ്വക്കേറ്റ് അനിൽ ബോസ് കോൺഗ്രസിൽ നിന്ന്, അഡ്വക്കേറ്റ് ശങ്കുട്ടി ദാസ് BJP-യിൽ നിന്ന്, ശ്രീ രാഹുൽ ഈശ്വർ നിരീക്ഷകൻ എന്നിവർ നമ്മളോടൊപ്പം തത്സമയം ചർച്ചയിൽ. ശങ്കുട്ടി ദാസ്, എന്തിനാണ് സർക്കാരിനെതിരെ വിമർശനം ഉന്നയിക്കുന്നത്? ഇപ്പോൾ ആഗോള അയ്യപ്പ സംഗമം നടത്തണം, അയ്യപ്പ ഭക്തരായ ആളുകൾക്ക് ലോകത്ത് എമ്പാടു നിന്നും ഇവിടെ വരാൻ കഴിയണം, അവർക്ക് ആവശ്യമായ പശ്ചാത്തല വികസനം ഒരുക്കേണ്ടതുണ്ട്, അവരുടെ പരാതികൾ അവർക്ക് തന്നെ ഉന്നയിക്കാൻ കഴിയുന്ന ഒരു വേദി ഉണ്ടാക്കണം എന്നുള്ളതാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡും ഒപ്പം സർക്കാരും ആഗ്രഹിക്കുന്നത്. എങ്കിൽ അതൊരു നല്ല ഇനിഷ്യേറ്റീവ് എന്ന നിലയ്ക്ക് കണ്ട് പിന്തുണയ്ക്കേണ്ടവരല്ലേ എല്ലാവരും? നോക്കൂ, അത്തരത്തിൽ അയ്യപ്പ ഭക്തരുടെ നന്മയെയും ശബരിമല ക്ഷേത്രത്തിൻ്റെ നന്മയെയും കരുതിയിട്ടാണ് ഇത്തരത്തിലൊരു പദ്ധതി നടപ്പാക്കുന്നതെങ്കിൽ സ്വാഭാവികമായിട്ടും അവിടെ ഒരു എതിർപ്പിൻ്റെ ആവശ്യം ഉണ്ടാവുന്നില്ല. എന്നാൽ ഇത്തരത്തിലൊരു പദ്ധതി നടപ്പാക്കുന്ന ആളുകളുടെ ഒരു മുൻകാല ചരിത്രം നമ്മൾ പരിശോധിക്കുന്ന സമയത്ത് അതുമായി ബന്ധപ്പെട്ട് ധാരാളം സംശയങ്ങൾ സ്വാഭാവികമായിട്ട് ഉയർന്നു വരികയാണ്. ഇവിടെ ആരും ഈ അയ്യപ്പ ഭക്ത സംഗമത്തെ എതിർക്കുകയല്ല. ഇങ്ങനെ ഒരു സംഗമം നടത്താനേ പാടില്ല, നടത്തിയാൽ ഞങ്ങളതിനെ തടയും, ഞങ്ങളതിനോട് സഹകരിക്കില്ല, ഇങ്ങനെയൊന്നും പറയല്ല ചെയ്യുന്നത്. ഈ സംഗമവുമായി ബന്ധപ്പെട്ട് ന്യായമായ ചില സംശയങ്ങൾ മുന്നോട്ട് വയ്ക്കുക മാത്രമാണ് ചെയ്യുന്നത്. നോക്കൂ, അയ്യപ്പൻ സത്യമാണ്, നമുക്കത് ബോധ്യപ്പെടുന്ന ഒരു സംഭവമാണിത്. കാരണം ഈ സെപ്റ്റംബർ 20-ാം തീയതിയാണ് ഇപ്പോൾ ഈ സംഗമം നടത്താൻ നിശ്ചയിച്ചിട്ടുള്ളത്. എൻ്റെ അഭിപ്രായത്തിൽ അതൊരു 8 ദിവസം കൂടി നീക്കിയിട്ട് സെപ്റ്റംബർ 28-ാം തീയതി നടത്തണമായിരുന്നു. കാരണം 2018 സെപ്റ്റംബർ 28-ാം തീയതിയാണല്ലോ ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ യുവതീ പ്രവേശനം അനുവദിച്ചുകൊണ്ടുള്ള വിധി വരുന്നത്. ആ വിധിയുടെ പശ്ചാത്തലത്തിൽ അതൊരു ഡിക്ലറേറ്ററി ഓർഡർ മാത്രമായിരുന്നു, അതിലൊരു ഡയറക്ഷൻ ഉണ്ടായിരുന്നില്ല. സർക്കാരിനോട് എന്തെങ്കിലും പ്രത്യേകമായിട്ടുള്ള കാര്യം ചെയ്യാൻ നിർദ്ദേശിച്ചിരുന്നില്ല. ഒരു പൊതുവായിട്ടുള്ള തത്വത്തെ ഡിക്ലെയർ ചെയ്യുക മാത്രമാണ് ചെയ്തത് എന്നിരിക്കലും അത് തങ്ങൾക്ക് ഏൽപ്പിക്കപ്പെട്ടിട്ടുള്ള എന്തോ ഒരു അടിയന്തര ദൗത്യമാണ് പോലെ ശബരിമലയിൽ യുവതീ പ്രവേശനം നടപ്പാക്കുന്നത് തങ്ങളുടെ ബാധ്യതയാണെന്ന് ധരിച്ചുകൊണ്ട് അതൊരു അടിയന്തര നവോത്ഥാന പ്രശ്നമാണെന്ന പോലെ ശബരിമലയിൽ യുവതീ പ്രവേശനം നടത്താൻ വേണ്ടി കൊണ്ടുപിടിച്ച ശ്രമം നടത്തുകയും അതിൻ്റെ പേരിൽ ഇവിടെ ലക്ഷക്കണക്കിന് അയ്യപ്പ ഭക്തരുടെ വികാരത്തെ വ്രണപ്പെടുത്തുകയും അയ്യപ്പ ഭക്തരെ ക്രിമിനലുകളെ പോലെ പരിഗണിച്ചുകൊണ്ട് അവരെ പോലീസിന് ഉപയോഗിച്ച് വേട്ടയാടുകയും 2000-ന് മുകളിൽ കേസുകൾ എടുത്തിട്ട് 4000-ന് മുകളിൽ ആളുകളെ അറസ്റ്റ് ചെയ്യുകയും നാമജപ ഘോഷയാത്ര നടത്തി സ്വാമിയെ ശരണോയ്യപ്പ എന്നുള്ള മന്ത്രം മുഴക്കി എന്നതിൻ്റെ പേരിൽ മാത്രം വയോധികരായിട്ടുള്ള വൃദ്ധരായിരുന്ന സ്ത്രീകളെ ഉൾപ്പെടെ കേസിൽ പെടുത്തി അകത്താക്കുകയൊക്കെ ചെയ്തിട്ടുള്ള ആളുകൾ 7 വർഷത്തിന് ശേഷം പെട്ടെന്ന് അയ്യപ്പ ഭക്തരുടെ നന്മയെ കരുതിയിട്ട് ഒരു വലിയ സംഗമം വിളിച്ചു ചേർക്കുമ്പോൾ ഞങ്ങൾ എല്ലാ കാലത്തും വിശ്വാസികളുടെ പക്ഷത്താണെന്ന് പറയുമ്പോൾ, ഞങ്ങൾ ഭക്തർക്ക് വേണ്ടി നിലകൊള്ളുന്നവരാണെന്ന് പറയുമ്പോൾ സ്വാഭാവികമായി ചില ചോദ്യങ്ങൾ അവിടെ വരുന്നുണ്ട്. ഒന്നാമത്തെ ചോദ്യം, 2018 സെപ്റ്റംബർ 28-ാം തീയതി സുപ്രീം കോടതി വിധി നടപ്പാക്കാൻ കാണിച്ച വ്യഗ്രത, അതിൻ്റെ ഒരു നേതൃത്വം സ്വയം ഏറ്റെടുത്തുകൊണ്ട് പിണറായി വിജയൻ പുത്തരിക്കണ്ടം മൈതാനത്ത് ഉൾപ്പെടെ നടത്തിയിട്ടുള്ള പ്രസംഗങ്ങൾ, അന്ന് ഉന്നയിച്ചിരുന്ന നിലപാടിൽ നിന്ന്, അതായത് ശബരിമലയിൽ നിലനിൽക്കുന്നത് ലിംഗവിവേചനമാണെന്നും ശബരിമലയിലെ നൈഷ്ഠിക ബ്രഹ്മചര്യം എന്ന് പറയുന്ന സങ്കല്പം അത് പുരുഷാധിപത്യത്തിൻ്റെ താല്പര്യത്തിൻ്റെ അനുസൃതമായിട്ട് നിർമ്മിക്കപ്പെട്ടിട്ടുള്ള സ്ത്രീകളെ മാറ്റി നിർത്താനും വിവേചനം ചെയ്യാനും വേണ്ടിയിട്ടുള്ള ഒരു സങ്കല്പമാണ്, അത് പൊളിച്ചു കളയേണ്ടതാണ്, ശബരിമലയിൽ യുവതീ പ്രവേശനം നടപ്പാക്കേണ്ടതാണ് എന്ന അന്നത്തെ നിലപാടിൽ നിന്ന് CPM ഇപ്പോൾ പുറകോട്ട് പോയിട്ടുണ്ടോ അതോ അന്നത്തെ നിലപാടിൽ തന്നെയാണോ? CPM ആ കാര്യത്തിൽ കൊടുത്തിട്ടുള്ള സത്യവാങ്മൂലം ഇപ്പോഴും സുപ്രീം കോടതിയുടെ മുന്നിൽ ഇരിക്കുകയാണ്, സുപ്രീം കോടതിയുടെ വിധി ഇപ്പോഴും നിലനിൽക്കുകയാണ്. അപ്പോൾ ഈ കാര്യത്തിൽ CPM-ന് ഒരു പുനർവിചിന്തനം ഉണ്ടായിട്ടുണ്ടോ? അതാണ് ആദ്യത്തെ ചോദ്യം. രണ്ടാമത്തെ കാര്യം, ഈ അയ്യപ്പ സംഗമത്തിൻ്റെ ഭാഗമായിട്ട് ശബരിമലയുടെ ഐതിഹ്യത്തെ പറ്റിയിട്ടും ശബരിമല അയ്യപ്പൻ്റെ വിശേഷത്തെ പറ്റിയിട്ടും ശബരിമല ക്ഷേത്രത്തിൻ്റെ പ്രാധാന്യത്തെ പറ്റിയിട്ടുമൊക്കെ സെമിനാറുകളും ചർച്ചകളും എല്ലാം സംഘടിപ്പിക്കുന്നു എന്ന് പറയുന്നു. ഈ ചർച്ചകളിലെല്ലാം ഇതിൻ്റെ കണ്ടന്റ് എങ്ങനെയായിരിക്കും തയ്യാറാക്കുന്നത്? ഈ ചർച്ചകളിലെല്ലാം അയ്യപ്പൻ്റെ ഈ ശബരിമല ക്ഷേത്രത്തിൻ്റെ ഏറ്റവും പ്രാമാണികമായിട്ടുള്ള സങ്കല്പം അത് അയ്യപ്പസ്വാമിയുടെ നൈഷ്ഠിക ബ്രഹ്മചര്യം എന്ന് പറയുന്ന സങ്കല്പമാണ്. ആ നൈഷ്ഠിക ബ്രഹ്മചര്യത്തോടനുബന്ധിച്ച്
സ്പർശന ദർശനാദി അഷ്ടമൈഥുനങ്ങളെയും വർജിച്ചിട്ടുള്ളൊരു തപസ്സിൻ്റെ സങ്കല്പമുണ്ട്. അതുകൊണ്ട് 10 വയസ്സിനും 50 വയസ്സിനും ഇടയ്ക്കുള്ള സ്ത്രീകൾ അവിടെ കയറാറില്ല എന്നുള്ള ആ പരമ്പരാഗതമായിട്ടുള്ള നിലനിന്ന് വരുന്ന ആചരണത്തെ സംബന്ധിച്ചാണോ പറയുക, അതോ 2018 എടുത്തിട്ടുള്ള പുരോഗമനപരമായിട്ടുള്ള അയ്യപ്പസ്വാമിയുടെ വിവാഹം കഴിഞ്ഞായി പരിഗണിക്കണം? നൈഷ്ഠിക ബ്രഹ്മചര്യത്തിൻ്റെ ആവശ്യം എന്താണ്? യുവതികളെ കണ്ടാൽ അയ്യപ്പൻ്റെ കൺട്രോൾ പോകുമ്പോൾ തുടങ്ങിയിട്ടുള്ള ചോദ്യങ്ങളൊക്കെ ചോദിച്ചിട്ടുള്ള പുരോഗമന സംഘങ്ങൾ ഈ പാർട്ടിയിലുണ്ടല്ലോ. ഇവരുടെ നിലപാടാണോ ഉയർത്തിപ്പിടിക്കുന്നത്? മൂന്നാമത്തെ ഏറ്റവും പ്രധാനമായിട്ടുള്ള ചോദ്യം, ഇത് അയ്യപ്പ സംഗമത്തിന്റെ പേരിൽ യഥാർത്ഥത്തിൽ സർക്കാരിനോ ദേവസ്വം ബോർഡിനോ പണം സമാഹരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതിയാണോ? കാരണം ഈ പദ്ധതിയുടെ ഭാഗമായിട്ട് പ്രിവിലേജ് കാർഡുകൾ വിതരണം ചെയ്യുന്നതായി കാണുന്നു. അതായത് 3 കോടി മുതൽ 10 ലക്ഷം വരെയുള്ള പണം അടയ്ക്കുന്ന ആളുകൾക്ക് പ്രത്യേക കാർഡുകൾ, ഡയമണ്ട് കാറ്റഗറി, ഗോൾഡൻ കാറ്റഗറി, പ്ലാറ്റിനം കാറ്റഗറി, അതിൽ 3 കോടി കൊടുക്കുന്ന ആളുകൾക്ക് 5 ദിവസം സൗജന്യ ദർശനം ഓരോ ദിവസങ്ങളിൽ, അവർക്ക് പ്രസാദ കിറ്റ്, ഡയറി, പമ്പയിൽ പ്രത്യേക പാർക്കിംഗ്, 3 കോടി കൊടുക്കുന്ന ആളുകൾക്ക് വേറെ ചില സൗകര്യങ്ങൾ ഇങ്ങനെ കൊടുക്കുന്നു. നോക്കൂ, ശബരിമലയിലെ യുവതീ പ്രവേശനത്തിന്റെ പിന്നിലെ രാഷ്ട്രമായിട്ട് സുപ്രീം കോടതി പോലും പറഞ്ഞിരുന്നത് തുല്യതയാണ്. ഭക്തർക്കിടയിൽ ഏതെങ്കിലും നിലയിലുള്ള വിവേചനം ഉണ്ടാവാൻ പാടില്ല, അത് ലിംഗത്തിന്റെ അടിസ്ഥാനത്തിലുള്ള വിവേചനം ഉണ്ടാവാൻ പാടില്ല, അവിടെ ഭക്തരെ എല്ലാം തുല്യതയായി പരിഗണിക്കണം എന്നുള്ളതായിരുന്നു. ആ തുല്യതയ്ക്ക് വേണ്ടി നിലകൊള്ളുന്നു എന്നാണ് സർക്കാർ വാദിച്ചത്. അതേ ലിംഗസമത്വത്തിന് വേണ്ടി വാദിച്ചിട്ടുള്ള സർക്കാർ ഇപ്പൊ സാമ്പത്തിക സമത്വത്തിന് വേണ്ടി എന്തുകൊണ്ട് നിലകൊള്ളുന്നില്ല? തുല്യത എന്ന് പറയുന്ന സങ്കല്പം, പണമുള്ളവർക്ക് പ്രത്യേകമായിട്ടുള്ള അവകാശങ്ങൾ ശബരിമലയിൽ ഉണ്ട്, എന്നാൽ പണമില്ലാത്ത ആളുകൾക്ക് അത്തരത്തിലുള്ള അവകാശങ്ങൾ ഇല്ലെന്ന് പറഞ്ഞ് സാമ്പത്തികാടിസ്ഥാനത്തിൽ എന്തുകൊണ്ട് ഭക്തർക്കിടയിൽ വിവേചനം ഉണ്ടാക്കുന്നു? ഏറ്റവും പ്രധാനമായിട്ടുള്ള അവസാനത്തെ ചോദ്യം, ഒറ്റ ചോദ്യം മാത്രം, അവസാനത്തെ ചോദ്യം. ഗോവിന്ദമാഷ് പറയുന്നു വർഗീയവാദികളെ പങ്കെടുപ്പിക്കില്ല, ഭക്തരായിട്ടുള്ള ആളുകളെ, എല്ലാ ഹിന്ദു സംഘടനകളെയും പങ്കെടുപ്പിക്കും, വർഗീയവാദികളെ പങ്കെടുപ്പിക്കില്ല. ഇത് പറയാൻ ഗോവിന്ദമാഷിന് എങ്ങനെയാണ് സാധിക്കുന്നത്? അതായത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡും സർക്കാരുമാണ് ഈ പരിപാടി നടത്തുന്നതെങ്കിൽ ഇതിൽ ആര് പങ്കെടുക്കണം, ആര് പങ്കെടുക്കേണ്ട എന്ന് പറയാൻ CPM സംസ്ഥാന സെക്രട്ടറിക്ക് എങ്ങനെ സാധിക്കുന്നു? ഇത് CPM നടത്തുന്ന പരിപാടിയാണോ? അവരുടെ ക്ഷണം അനുസരിച്ചിട്ടാണോ ആളുകൾ ഇതിൽ പങ്കെടുക്കുന്നത്? ശരി, അത് നമുക്ക് ചോദിക്കാം. പക്ഷേ ഞാൻ അങ്ങോട്ട് ചോദിച്ച ചോദ്യം എന്ന് പറയുന്നത് അയ്യപ്പ സംഗമത്തെ കുറിച്ചായിരുന്നു. അങ്ങ് ആദ്യത്തെ ഒരു 2 വരി അവിടെ പറഞ്ഞതിന് ശേഷം മുഴുവനും യുവതി പ്രവേശനവുമായി ബന്ധപ്പെട്ട വിഷയത്തിലേക്ക് പോകുമ്പോൾ രാഷ്ട്രീയം വളരെ പ്രകടമാണ്. ശങ്കത്തെ ചോദ്യമല്ല, ഞാനത് അങ്ങോട്ട് പറഞ്ഞു ഒരു അഭിപ്രായം എന്ന നിലയ്ക്ക് എന്നേ ഉള്ളൂ. ഞാൻ അങ്ങിലേക്ക് വരാം. അടുക്കൽ അനിൽ ബോസ്, ഇതിപ്പോൾ കോൺഗ്രസിനും വിഭിന്നമായ ഒരു അഭിപ്രായമല്ല അല്ലേ? അതായത് ഇതൊരു രാഷ്ട്രീയ നാടകമാണ്, ഒരു ഭൂരിപക്ഷ വോട്ട് ലക്ഷ്യമിട്ടുകൊണ്ടുള്ള സർക്കാരിൻ്റെ നീക്കമാണ് എന്ന നിലയ്ക്കാണ് പ്രതിപക്ഷവും അതിനെ വിമർശിച്ചത്. ഈ സാഹചര്യത്തിൽ, അതായത് വർഗീയവാദികളെ ക്ഷണിക്കാനില്ല എന്ന് പാർട്ടി സെക്രട്ടറി പറഞ്ഞതിനെ പാർട്ടി നടത്തുന്ന പരിപാടിയാണോ എന്ന് ചോദിച്ച് അടുക്കൽ ശങ്കുട്ടിദാസ് ഖണ്ഡിക്കുന്നുണ്ട്. പക്ഷേ അതിൽ സാമുദായിക താല്പര്യങ്ങളല്ല, മറിച്ച് ഭക്തർക്ക് വേണ്ടി സർക്കാർ നടത്തുന്ന ഒരു സമാഗമം, ഒരു സംഗമം എന്ന നിലയ്ക്കാണ് അതിനെ കാണുന്നത് എന്ന് വിശദീകരിക്കുമ്പോൾ പ്രതിപക്ഷത്തിന് അതിൽ തൃപ്തിയുണ്ടോ? ഒന്നാമത്തെ എൻ്റെ അഭിപ്രായം, ശബരിമലയാണെങ്കിലും ഗുരുവായൂർ ക്ഷേത്രമാണെങ്കിലും മറ്റ് മതവിഭാഗങ്ങളുടെ ദേവാലയമാണെങ്കിലും ഒന്നും ഒരു രാഷ്ട്രീയ മത്സരത്തിനും തെരഞ്ഞെടുപ്പ് ഉപയോഗങ്ങൾക്കും ജനങ്ങളിൽ ഭിന്നിപ്പുണ്ടാക്കുന്നതിനും രാഷ്ട്രീയമായിട്ടോ സാമുദായികമായിട്ടോ മതപരമായിട്ടോ ഭിന്നിപ്പുണ്ടാക്കുന്നതിനും ഇട നൽകുന്ന ഒരു കാര്യവും ചെയ്യാൻ പാടില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. ആദ്യത്തെ എൻ്റെ അഭിപ്രായം. ഇപ്പം ഇവിടെ നമ്മൾ കാണേണ്ടത് അയ്യപ്പ ഭക്തന്മാരുടെ ആഗോള സംഗമം. കേൾക്കാൻ നല്ല രസമുള്ള കാര്യമാണ്. ഞാൻ എല്ലാ മാസവും ശബരിമലയിൽ പോകുന്ന ഒരാളാണ്, അയ്യപ്പ ഭക്തനാണ്. എനിക്ക് പറയാനുള്ള ഒരു കാര്യം, ഒരു സർക്കാർ ഇപ്പോൾ 10 വർഷമാകാൻ പോവുകയാണ് കേരളത്തിൽ അധികാരത്തിലിരിക്കുന്ന സർക്കാർ. ഇവർ ചെയ്യേണ്ട കാര്യം എന്താണ്? ഇവർ ചെയ്യേണ്ട കാര്യം ദേവസ്വം ബോർഡിൻ്റെ പ്രവർത്തനങ്ങളുടെ നല്ല പോക്കിന്, നല്ല രീതിയിലുള്ള മുന്നോട്ട് പോക്കിന് ആവശ്യമായ സപ്പോർട്ട് ചെയ്യുകയാണ് ചെയ്യേണ്ടത്, ഗവൺമെൻറ് ചെയ്യേണ്ടത്. അതിനുശേഷമാണ് ആഘോഷങ്ങളും ആഗോള സംഗമങ്ങളും ഒക്കെ നടത്തേണ്ടത്. ഇത് ഞാൻ പറയാൻ കാരണം, ഭക്തജനങ്ങൾ ആരായാലും ദൈവത്തിൻ്റെ മുന്നിൽ എല്ലാവരും തുല്യരാണ്. ശബരിമലയെ സംബന്ധിച്ച് നമ്മൾ കാണുമ്പോൾ അത് എല്ലാ വിഭാഗം ആളുകൾക്കും, ജാതി മതത്തിന് അതീതമായ എല്ലാ ആളുകൾക്കും വന്ന് അയ്യപ്പനെ ദർശിച്ച് പോകാൻ കഴിയുന്ന ഒരിടമാണ്. ആ ഇടത്ത് വേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ. ഒരു ഗവൺമെൻറ്റിന് അല്ലെങ്കിൽ ദേവസ്വം ബോർഡിന് ഒക്കെ ഉത്തരവാദിത്വപൂർവ്വം ചെയ്യേണ്ട കുറേ കാര്യങ്ങളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനം, മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ നിന്നും കേരളത്തിന് പുറത്തു നിന്നും രാജ്യത്തിന് പുറത്തു നിന്നും അടക്കം ആയിരക്കണക്കിന്, പതിനായിരക്കണക്കിന്, ലക്ഷക്കണക്കിന് ആളുകൾ വരുന്നൊരിടമാണല്ലോ ശബരിമല. അവിടെ ബോർഡിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം എന്താ? ആ ബോർഡ് എടുക്കുന്ന തീരുമാനങ്ങളിൽ സർക്കാർ ചെയ്യേണ്ട റോൾ എന്താ? ലക്ഷക്കണക്കിന് ആളുകൾ വരുമ്പോൾ അവർക്ക് ഒരുപാട് ആവശ്യങ്ങളുണ്ട്. അതിലേറ്റവും പ്രധാനമാണ് പ്രാഥമിക കാര്യങ്ങൾ എന്ന് പറയുന്നത്. സാനിറ്റേഷനുമായി ബന്ധപ്പെട്ട് ഞാൻ കഴിഞ്ഞ ദിവസം മറ്റൊരു ചർച്ചയിൽ പങ്കെടുത്തപ്പോഴും പറഞ്ഞു, വീണ്ടും ആവർത്തിക്കുകയാണ്.
ലക്ഷോപലക്ഷം വരുന്ന ഭക്ത സമൂഹം എത്തിച്ചേരുമ്പോൾ അവർക്ക് അടിസ്ഥാന സൗകര്യ സാഹചര്യങ്ങൾ ഒരുക്കുക എന്ന് പറയുന്നത് ഒരു കൃത്യമായ നിലപാടുണ്ടാകണം. അത് ദേവസ്വം ബോർഡിനുണ്ടാകണം, ഗവൺമെൻറ്റിനുണ്ടാകണം. ഗവൺമെൻറ്റിന് ഉത്തരവാദിത്തം കൂടുന്ന എവിടുന്ന ദേവസ്വം ബോർഡിന് വരുന്ന വരുമാനം പോലെ തന്നെ സർക്കാരിലേക്ക് നേരിട്ടല്ലാത്ത ഒരുപാട് വരുമാനം വരുന്നുണ്ട്. ദേവസ്വം ബോർഡ് ത്രൂ അല്ലാത്ത ഒരുപാട് വരുമാനങ്ങൾ വരുന്നുണ്ട്. ഒരു KSRTC ബസ്സിൽ ഒരാൾ യാത്ര ചെയ്താൽ, ഒരു തീപ്പട്ടി കൂട് വാങ്ങിയാൽ, ആ വരുന്ന വഴിയിൽ നടക്കുന്ന ഹോട്ടലിൽ നിന്ന് കഴിക്കുന്ന ഭക്ഷണങ്ങളടക്കമുള്ള മറ്റിതര നാനാ വഴിയിലാണ് വരുമാനം വരുന്നത്. ഞാൻ മനസ്സിലാക്കുന്ന ഒരു സീസണ് 2500 കോടി രൂപ വരെയാണ്. ദേവസ്വം ബോർഡുമായിട്ട് ബന്ധപ്പെട്ട കാര്യമല്ല, ജനങ്ങൾ ഈ കേരളത്തിൽ വന്ന് ഇറങ്ങുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ കിട്ടുന്ന സർക്കാരിലേക്ക് വരുന്ന 2500 കോടി രൂപ വരുന്നതാണ് ഈ സർക്കാരിന്. സർക്കാർ അപ്പം ന്യായമായ രീതിയിൽ വെള്ളം കൊടുക്കണം, ന്യായമായ രീതിയിൽ ഇലക്ട്രിസിറ്റി കൊടുക്കണം. ഇതൊന്നും കുറയ്ക്കുന്നില്ലല്ലോ. ദേവസ്വം ബോർഡിന് കൊടുക്കുന്ന ഇലക്ട്രിസിറ്റി ചാർജ് കുറയ്ക്കുന്നുണ്ടോ? വാട്ടർ ചാർജ് കുറയ്ക്കുന്നുണ്ടോ? അപ്പോൾ അവിടെ വരുന്ന ഭക്തജനങ്ങൾക്ക് ആവശ്യമായ സാനിറ്റേഷൻ സൗകര്യങ്ങൾ കൊടുക്കണമെങ്കിൽ അതിനൊരു പണം നീക്കി വെക്കണം. ഗവൺമെൻറ്റും ദേവസ്വം ബോർഡും കൂടി 50-50 ആണ് പണം മുടക്കേണ്ടത്. ഞാൻ മനസ്സിലാക്കുന്നത് 4.5 കോടി രൂപയാണ് ഈ വർഷം മുടക്കേണ്ടിയിരുന്നത്. അതിൽ 2.25 കോടി കൊടുക്കേണ്ടത് കേരള ഗവൺമെൻറ്റാണ്. കൊടുത്തിട്ടില്ല. ഭക്തജനങ്ങളോട് സ്നേഹമുണ്ടെങ്കിൽ ഗവൺമെൻറ് ഇത്തരം കാര്യങ്ങൾ ആദ്യം ശുഷ്കാന്തിയോടുകൂടി ചെയ്യണം. ഇനി മറ്റൊരു കാര്യം പറയാം. ഇനി ദേവസ്വം ബോർഡ് ഒരു സ്വയംഭരണ സ്ഥാപനമാണ്. ഞാൻ ഒന്നുകൂടി കടത്തി പറയാണ്, പിന്നെ ഇതൊരു മതസ്ഥാപനം കൂടിയാണ്. ആയിരക്കണക്കിന് ക്ഷേത്രങ്ങളുണ്ട് ദേവസ്വം ബോർഡിൻ്റെ കീഴിൽ. അതിൻ്റെ അകത്ത് അയ്യപ്പൻ്റെ അവിടെ എല്ലാ വിഭാഗം ആളുകൾക്ക് വരാം എന്നുള്ളത് കൊണ്ട് ദേവസ്വം ബോർഡിൻ്റെ എല്ലാ ക്ഷേത്രങ്ങളിലും എല്ലാവർക്കും വരാൻ കഴിയില്ല. അതുപോലെ തന്നെ ദേവസ്വം ബോർഡിൽ മറ്റു മതത്തിൽപ്പെട്ട ആളുകൾക്ക് ഭരണസമിതിയിൽ വരാൻ കഴിയില്ല. കേരള നിയമസഭയിൽ 140 അംഗങ്ങളുണ്ടെങ്കിൽ അതിൽ ഹിന്ദു MLA മാർ വോട്ട് ചെയ്താണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് മെമ്പർമാരെയൊക്കെ നിശ്ചയിക്കുന്നത്. അത് വളരെ കൃത്യമായി നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. അത് പ്രതിപക്ഷത്തിരിക്കുന്ന പാർട്ടിക്കാണ് കൂടുതൽ ഹിന്ദു അംഗങ്ങളെങ്കിൽ കേരള ഗവൺമെൻറ് അത് തീരുമാനിക്കാൻ കഴിയില്ല. അപ്പം കൃത്യമായും ഇതൊരു മതസ്ഥാപനം കൂടിയാണ്. മതേതര സാന്നിധ്യമാണ് ശബരിമലയെങ്കിലും ദേവസ്വം ബോർഡ് എന്ന് പറയുന്ന ഒരു മത പരിരക്ഷയുള്ളൊരു സ്ഥാപനമാണ്. അത് ചിത്തരതാൾ മഹാരാജാവ് ഈ കവനൻ്റ് ഉണ്ടാക്കി ഇന്ത്യൻ യൂണിയൻ്റെ ഭാഗമായി മാറിയ സന്ദർഭത്തിൽ തന്നെ ഉണ്ടാക്കിയിട്ടുള്ള ഉടമ്പടിയാണ് ഈ പറയുന്ന കുറേ കെട്ടിടങ്ങൾ, സർക്കാർ ഓഫീസുകളൊക്കെ പ്രവർത്തിക്കുന്നില്ലേ, അതുപോലെ തന്നെ ക്ഷേത്രങ്ങൾ, അതിന് പ്രത്യേക ഒരു സംവിധാനം അങ്ങനെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തതാണ്. അവിടെ കയറിയൊന്നും ഒരു രാഷ്ട്രീയ നേതൃത്വം കളിക്കേണ്ട സ്ഥലമല്ല. രാഷ്ട്രീയ നേതൃത്വത്തിന് അങ്ങനെ കയറി ഇടപെടുന്നതും ശരിയല്ല. നമ്മളിവിടെ പിന്നെ അയോധ്യ ക്ഷേത്രം വന്നപ്പോൾ പ്രധാനമന്ത്രി പോകുന്നതിനെ പുച്ഛിക്കാൻ നേരത്ത് CPM-നും കോൺഗ്രസിനും എല്ലാവർക്കും ഒരേ സ്വരമായിരുന്നു. ഒരു ഭരണാധികാരി അതിൽ ഇടപെടാൻ പാടില്ല എന്നാണ് നമ്മൾ പറഞ്ഞത്. അതേ മാനദണ്ഡമായി ഇവിടെയും പറയുന്നത്. ഇന്നിപ്പോൾ CPM-ൻ്റെ സംസ്ഥാന സെക്രട്ടറി പറയുന്നു വിശ്വാസികൾ മാത്രമേ പോയി അവിടെ കാര്യങ്ങൾ ചെയ്യാം, അവർക്ക് ആവശ്യമായ എല്ലാ പരിരക്ഷയും ഒരുക്കും. അവിടെ വർഗീയവാദികൾ, അതൊക്കെ അവർ വർഗീയവാദികൾ ആരാന്ന് വെച്ചാൽ അവരൊക്കെ മറുപടി പറഞ്ഞോട്ടെ, നമ്മളെ ഒന്നും ബാധിക്കുന്ന വിഷയമല്ല. പക്ഷേ എൻ്റെ ചോദ്യം, ഞാൻ മനസ്സിലാക്കുന്ന ഇത് ഉദ്ഘാടനം ചെയ്യുന്ന പിണറായി വിജയനാണെന്ന്. പിണറായി വിജയൻ അയ്യപ്പ ഭക്തനാണോ? എനിക്കൊന്ന് അറിയാൻ താല്പര്യമുണ്ട്. ഇപ്പം NSS പറഞ്ഞിട്ടുണ്ട് വിശ്വാസികളായിട്ടുള്ള ആളുകൾ പോകണം. വിശ്വാസികളായിട്ടുള്ള ആളുകളിൽ പെടുന്ന ആളാണോ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി? അദ്ദേഹം ശബരിമല അയ്യപ്പനെ വിശ്വസിക്കുന്നുണ്ടോ? അറിയാൻ നമുക്ക് താല്പര്യമുണ്ട്. കേരളത്തിൻ്റെ പൊതുസമൂഹം അറിയട്ടെ. അത് പരസ്യമായി പറഞ്ഞാൽ മതി. ഞാൻ അയ്യപ്പ ഭക്തനാണെന്ന് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പറയട്ടെ. ഇവിടെ ഞാൻ വീണ്ടും ചൂണ്ടിക്കാണിക്കാൻ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയിൽ പ്രവർത്തിക്കുന്ന ഒരാൾക്ക് വിശ്വാസിയാണെന്ന് പറഞ്ഞാൽ ദേവസ്വം മന്ത്രിയാകാൻ പറയാൻ പറ്റില്ല എന്ന രീതിയിൽ പറഞ്ഞു പോകാൻ പറ്റില്ല. അതായത് സർക്കാരിൽ തന്നെ ദേവസ്വം മന്ത്രിയുണ്ട്. അങ്ങനെയാണെങ്കിൽ അങ്ങ് ഒരു ദേവസ്വം ബോർഡ് ഒരു മതസ്ഥാപനം എന്നൊക്കെ പറയുമ്പോൾ കടത്തി പറയുന്നു അങ്ങ് തന്നെ പറഞ്ഞതുകൊണ്ട് ഒരു കടത്തി പറയലല്ല എന്ന് ഞാൻ ചോദിക്കുന്നില്ല. എന്നിരുന്നാൽ പോലും ദേവസ്വത്തിന്റെ മന്ത്രി ഈ ക്യാബിനറ്റിൽ, ഈ സർക്കാരിൽ അത് ദേവസ്വം വകുപ്പ് ഭരിക്കാൻ ഒരു മന്ത്രിയുണ്ട്. കഴിഞ്ഞ ചർച്ചയിലും പറഞ്ഞാണ്. അപ്പൊ അദ്ദേഹം വിശ്വാസ പ്രഖ്യാപനം നടത്തിയോ പ്രതിജ്ഞ നടത്തിയോ ഒന്നും ദേവസ്വം മന്ത്രി ആകേണ്ട ആളല്ല. അവിടുത്തെ ഭരണപരമായ കാര്യങ്ങൾ നയിക്കാൻ ഈ സർക്കാർ തീരുമാനിച്ച ആൾ എന്ന നിലയ്ക്ക് അദ്ദേഹം ദേവസ്വം മന്ത്രിയാകുന്നതിനോ ഈ മന്ത്രിസഭയെ നയിക്കുന്ന മുഖ്യമന്ത്രി എന്ന നിലയ്ക്ക് ദേവസ്വം വകുപ്പിന് കീഴിൽ ദേവസ്വം ബോർഡ് നടത്തുന്ന ഒരു പരിപാടിയുടെ ഉദ്ഘാടനം ഇനി മുഖ്യമന്ത്രിയാണ് എങ്കിൽ അദ്ദേഹം അതിൽ നിന്ന് വിട്ടു നിൽക്കണം എന്നൊക്കെ പറയുന്നത് ഭയങ്കര ശാഠ്യമാണ്. ഞാൻ പറഞ്ഞത് മുഖ്യമന്ത്രി ഒഴിവായി നിൽക്കണമെന്നുള്ള അർത്ഥത്തിലല്ല. ഇവിടെ ഉയർത്തിക്കൊണ്ടുവരുന്ന രാഷ്ട്രീയ വിവാദങ്ങളുടെ അടിസ്ഥാനത്തിൽ ഒരു രാഷ്ട്രീയ വിമർശനം ഞാൻ നടത്തിയതാണ്. ധാർമ്മിക അടിത്തറ ഉണ്ടാവുക പറയുന്നത് ഒരു കടുത്ത നിരീക്ഷണമാണ് അഡ്വക്കേറ്റ് അനിൽ ബോസ്. അത് പറയാതെ പോവുക വയ്യ. അല്ല, ഒരു സെക്കൻഡ് മാധു, ആവേശം കൊള്ളല്. ഞാൻ പറഞ്ഞത് പർപ്പസ്ഫുള്ളായി പറഞ്ഞതാണ്. ഞാൻ ചോദിക്കുന്ന മതസ്ഥാപനം അല്ലെങ്കിൽ ദേവസ്വം ബോർഡിൽ എന്താ മറ്റു മതസ്ഥരെ വയ്ക്കാത്തത്? ഒന്ന് മാധു എനിക്ക് പറഞ്ഞു തന്നെ.
മറ്റു മതത്തിൽപ്പെട്ട ആളുകളെ ദേവസ്വം ബോർഡ് മെമ്പറും പ്രസിഡന്റും ആക്കാത്തത് മതസ്ഥാപനം അല്ലാത്തത് കൊണ്ടാണോ? ഒന്ന് പറഞ്ഞേ. സാധാരണഗതിയിൽ ക്ഷേത്രഭരണം മാത്രം വിശ്വാസികൾക്ക് കൊടുക്കുന്നില്ല എന്നുള്ളത് അങ്ങയുടെ ശബ്ദവും അങ്ങയുടെ ആശയങ്ങളും ഒക്കെ ആ രീതിയിൽ പോകുന്നതിനെ പറ്റി എനിക്ക് ആകുലതയൊന്നുമില്ല. അങ്ങ് ആകുലപ്പെട്ടാൽ മതി, പറയും. അല്ല, ഞാനൊന്ന് പറഞ്ഞോട്ടെ. നിങ്ങൾ അങ്ങനെ ഡിസ്റ്റർബ് ചെയ്യല്ലേ, നിങ്ങൾ അങ്ങ് അസ്വസ്ഥമാകല്ലേ. ഞാൻ ചോദിക്കുന്നതിൻ്റെ എനിക്കത് പൂർത്തിയാക്കാനുള്ള സമയം എന്താ? നിങ്ങൾ കേരള ഗവൺമെന്റിലേക്ക് ജോലിക്ക് ആളെ എടുക്കുന്നത് ഏത് റൂട്ടിലാണെന്ന് അറിയാമല്ലോ. നിയമപരമായി എടുക്കുന്നതിന് പബ്ലിക് സർവീസ് കമ്മീഷനാണ് ടെസ്റ്റ് നടത്തുന്നത്, ആണല്ലോ. ആ കാര്യത്തിൽ മാധുവിന് തർക്കം ഉണ്ടാകത്തില്ലല്ലോ. ദേവസ്വം ബോർഡിൽ എന്താ PSC ടെസ്റ്റ് നടത്താത്തത്? ദേവസ്വം ബോർഡിന് എന്തിനാ പ്രത്യേകം റിക്രൂട്ട്മെന്റ് ബോർഡ്? അപ്പം കൃത്യമായി ഹിന്ദുമത വിശ്വാസികളായിട്ടുള്ള ആളുകളാണ് അവിടെ ജോലിക്കായിട്ട് വരുന്നതും അത് ഭരിക്കുന്നതും. അതിനകത്ത് ഒരു തർക്കവും വേണ്ട. അത് പറയുന്നതിന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രതിനിധിയായി ഇവിടെ വന്നിരുന്ന അത് പറയുന്നതിന് എന്താ കുഴപ്പം? ദേവസ്വം ബോർഡ് മെമ്പർമാരെ ഹിന്ദു MLA-മാരാണ് തെരഞ്ഞെടുക്കുന്നതെങ്കിൽ അത് പറയുന്നതിൽ എന്താ തെറ്റ്? അതിൽ പറയുന്നതിൽ എന്താണ്? ദേവസ്വം ബോർഡിലേക്ക് ആളെ എടുക്കുമ്പോൾ ഞാൻ അതിൽ ഇടപെട്ടില്ല. പക്ഷെ കേരളത്തിന്റെ മുഖ്യമന്ത്രി ഞാൻ വിശ്വാസിയാണെന്ന് പ്രഖ്യാപിച്ചതിന് ശേഷം മാത്രമേ ഈ പരിപാടിയുടെ ഉദ്ഘാടനത്തിൽ പോകാൻ പറ്റുള്ളൂ എന്നങ്ങ് പറയുന്നുണ്ടെങ്കിൽ എനിക്കതിൽ വിയോജിപ്പുണ്ട് എന്ന് ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. അഡ്വക്കേറ്റ് അനിൽ ബോസ്, ഞാൻ വരാം. നിങ്ങൾ വിയോജിച്ചോളൂ. നിങ്ങൾക്ക് വിയോജിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. എനിക്ക് എന്റെ അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ഞാൻ പറഞ്ഞതിനർത്ഥം എന്താ? ഞാൻ പറഞ്ഞതിനർത്ഥം ദേവസ്വം ബോർഡാണ് ശബരിമലയുമായി ബന്ധപ്പെട്ടും അവിടുത്തെ വികസനവുമായി ബന്ധപ്പെട്ടും അയ്യപ്പ ഭക്തന്മാരുടെ താല്പര്യവുമായി ബന്ധപ്പെട്ടും കാര്യങ്ങൾ ചെയ്യേണ്ടത്. അത് ചെയ്യുന്നതിന് ആവശ്യമായ ബാക്കിംഗ് കൊടുക്കും, സർക്കാർ കൊടുക്കണം. അങ്ങനെ സർക്കാർ കൊടുക്കേണ്ട കാര്യങ്ങൾ കൊടുക്കാതിരിക്കുകയും ഇപ്പോൾ ഇവിടെ ടൂറിസ്റ്റ് പ്രൊമോഷൻ പോലെ സ്റ്റാർ ഹോട്ടലിൽ 10,000 പ്രതിനിധികൾക്ക് പ്രത്യേകമായ താമസ സൗകര്യം ഒരുക്കി അവർക്കൊക്കെ ഇവിടെ വന്ന് വിഹരിക്കാനും അവരിൽ നിന്ന് പണം സമാഹരിക്കാനും പ്രത്യേകമായി ഗവൺമെന്റിന്റെ ഒരു പൊതു പ്രചരണം നടക്കുമ്പോൾ ഇതൊന്നും ഞങ്ങൾ കണ്ടില്ലെന്നേ. മുൻപ് വിശ്വാസ സംരക്ഷണ പോരാട്ടം നടന്നപ്പോൾ കണ്ടില്ല, കണ്ടോ? ശ്രീ ശങ്കുട്ടിദാസ് ഉന്നയിക്കുന്നുണ്ടായിരുന്നു. ഞാൻ നിങ്ങൾ രണ്ടുപേരിലേക്ക് വരാം. ശ്രീ രാഹുൽ ഈശ്വർ, ഇതിപ്പോ ഇന്ന് NSS ഇതിലൊരു വിശദീകരണം നൽകുന്നുണ്ട്. ആചാരലംഘനം ഉണ്ടാകാതെ ഇരിക്കുകയാണ് എങ്കിൽ, വിശ്വാസികൾ മാത്രമാണ് ഈ സമിതിയിൽ ഉൾക്കൊള്ളുന്നത് എങ്കിൽ ശബരിമലയുടെ വികസനത്തിന് വേണ്ടിയുള്ള കാര്യങ്ങൾ സർക്കാർ ചെയ്യുന്നതിൽ തെറ്റില്ല എന്ന ഒരു കാര്യം വരികയാണ്. ഇപ്പോൾ BJPക്ക് അതുമായി ബന്ധപ്പെട്ട NSS അങ്ങനെ ഒരു സമീപനം എടുക്കുന്ന സമയത്ത് BJP കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പറഞ്ഞത് രാഷ്ട്രീയ നാടകമാണ് എന്ന നിലയ്ക്കാണ്. ശബരിമല വിഷയം, ശബരിമല യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഇവിടെ നിലനിന്നതാണ്. ശരി, 2018 വലിയ പ്രശ്നങ്ങൾ ഉണ്ടായതാണ്. അതിനുശേഷം ആ പ്രശ്നങ്ങൾ മുഴുവനും, ആ കേസുകൾ മുഴുവനും പിൻവലിച്ച് ആ പ്രശ്നങ്ങൾ മുഴുവനും തീർന്ന് ആ പ്രശ്നങ്ങളുടെ ഭാഗമായി മുഴുവൻ ആളുകളെയും വിശ്വാസത്തിലെടുത്ത് ഒക്കെ മതി ഇനി ശബരിമലയിൽ വികസനം എന്ന നിലയെടുക്കാൻ കഴിയുമോ? അതൊരു രാഷ്ട്രീയ പ്രശ്നം, ഒരു നിയമപ്രശ്നം, ഒരു സാമൂഹ്യ പ്രശ്നം, സാമുദായിക പ്രശ്നം, സാംസ്കാരിക പ്രശ്നം എന്ന നിലയ്ക്ക് നിലനിൽക്കുമ്പോൾ തന്നെ ശബരിമലയുടെ വികസനവുമായി ബന്ധപ്പെട്ട ഇനി ഈ കാര്യങ്ങളെല്ലാം പരിഹാരം എഴുതി ഒപ്പിട്ട ബാലൻസ് ഷീറ്റ് ക്ലിയർ ചെയ്തതിനു ശേഷം മാത്രമേ ഒരു ഇഞ്ച് മുന്നോട്ട് വെക്കാൻ കഴിയുകയുള്ളൂ എന്ന് പറഞ്ഞാൽ നടപ്പിലാകുന്ന കാര്യമാണോ? മധു, 3 കാര്യങ്ങൾ. ഒന്ന്, ശബരിമല പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട് ആദ്യം അറസ്റ്റിലാകുന്നത് എൻ്റെ മുത്തശ്ശി ദേവകി യന്ത്രജനമാണ്. മുത്തശ്ശിക്ക് 82 വയസ്സ് പ്രായം. രണ്ടാമത് അറസ്റ്റിലാകുന്നത് എൻ്റെ അമ്മയാണ്, മല്ലികാ നമ്പൂതിരി, അന്ന് 62 വയസ്സ് പ്രായം. മൂന്നാമത് ഞാനും പ്രയാർ ഗോപാലകൃഷ്ണൻ സാറും ഒക്കെയാണ് അറസ്റ്റിലാക്കപ്പെടുന്നത്. ഞാനടക്കമുള്ള ഒരുപാട് പേരെ വേദനിപ്പിച്ച ആയിരക്കണക്കിന് വ്യത്യസ്ത ഹിന്ദു പ്രസ്ഥാനങ്ങളിലെ ആൾക്കാർ ജയിലിൽ പോയൊരു സംഭവമാണ്. ഞങ്ങൾക്കെല്ലാം ആ വിഷയത്തിൽ വിഷമമുണ്ട്. രണ്ടാമത്തെ പോയിന്റ്, എന്നാൽ ഇന്ന് NSSഉം SNDPയും പന്തളം കുടുംബവും ഒക്കെ എടുക്കുന്ന സമീപനം തന്നെയാണ് ബഹുഭൂരിപക്ഷം ഹിന്ദു വിശ്വാസികളും എടുക്കുന്നത്. സർക്കാരിനോട് പലതരങ്ങളിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാം, പക്ഷേ BJPക്കും കോൺഗ്രസിനും ഇതിനെ എതിർക്കാം. BJPക്കും കോൺഗ്രസിനും ഇതിനെ എതിർക്കാൻ കാര്യം CPM നേതൃത്വം നൽകുന്ന ഗവൺമെന്റ് എന്ന് പറഞ്ഞുകൊണ്ട് NSSനോ SNDPക്കോ സാധാരണ ഭക്തജന സംഘടനകൾക്കോ എങ്ങനെയാണ് എതിർക്കാൻ കഴിയുക? അപ്പോൾ അതുകൊണ്ട് പരമാവധി ഇൻക്ലൂസീവായി എല്ലാവരെയും ഒരുമിച്ച് കൊണ്ടുപോകുന്ന രീതിയിൽ കൊണ്ടുപോകണം. എല്ലാ വിഭാഗങ്ങളിലെ ആൾക്കാരെയും വിളിക്കണം. ഉദാഹരണം, ഞാൻ RSകാരനല്ല, RSകാരുടെ പല കാര്യങ്ങളിലും വ്യത്യസ്ത അഭിപ്രായമുള്ള ഒരു വ്യക്തിയാണ്, ഞാൻ എതിരഭിപ്രായമുള്ള വ്യക്തിയാണ്. പക്ഷെ ഒരു കുമ്മനം രാജശേഖരൻ ചേട്ടൻ ഇല്ലാതെ എങ്ങനെയാണ് ഒരു അയ്യപ്പ സംഗമം നടത്തുക? 40-50 വർഷങ്ങളായി ശബരിമലയ്ക്ക് വേണ്ടി നിസ്വാർത്ഥമായി സേവനം ചെയ്യുന്ന കുമ്മനം ചേട്ടനെ പോലൊരു വ്യക്തി, ഇന്ന് പ്രയാർ സാർ ജീവിച്ചിരിപ്പുണ്ടായിരുന്നെങ്കിൽ പ്രയാർ ഗോപാലകൃഷ്ണനെ പോലൊരു കോൺഗ്രസ്സുകാരൻ, അല്ലെങ്കിൽ CPMലെ പത്മകുമാർ സാറിനെ പോലൊരാൾ, ഇവരൊന്നും ഇല്ലാതെ അല്ലെങ്കിൽ ഇത്തരം ആൾക്കാരില്ലാതെ എങ്ങനെയാണ് നടത്തുക? അപ്പൊ ആരെയും അകറ്റി നിർത്തരുത്. 3, ശ്രീമതി മാധുവിനോട്ട് ഒരു കാര്യം, ഞാൻ മാധു സംസാരിച്ചപ്പോൾ ഇങ്ങനെ കയ്യിൽ നുള്ളുകയായിരുന്നു, ഞാൻ നിലനിൽക്കുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടി. ദേവസ്വം ബോർഡ് മതസ്ഥാപനമാണോ എന്നറിയാൻ ദേവസ്വം ബോർഡിന്റെ ബില്ല് വായിച്ചാൽ മതി. അതിന്റെ തലക്കെട്ടിലെ ആദ്യ വരി ട്രാവൻകൂർ കൊച്ചിൻ ഹിന്ദു റിലീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആക്ട് എന്നാണ്.
ദേവസ്വം ബോർഡ് ഒരു സെക്കുലർ സ്ഥാപനമല്ല. ദേവസ്വം ബോർഡ് ഒരു ഹിന്ദു മത സ്ഥാപനമാണ്. ശബരിമല ഒരു സെക്കുലർ ടെമ്പിൾ അല്ല. ശബരിമല ഒരു ഹിന്ദു ടെമ്പിൾ ആണ്. എന്നാൽ ആ ഹിന്ദു ടെമ്പിൾ മതസൗഹാർദ്ദത്തെയും ബഹുസ്വരതയും ഉയർത്തിപ്പിടിക്കുന്നതാണ്. ഇതാണ് അതിന്റെ വസ്തുത. മതസ്ഥാപനമാണോ അല്ലയോ എന്ന കാര്യത്തിൽ ഞാൻ അദ്ദേഹവുമായി തർക്കത്തിന് പോയില്ല. കേരളത്തിന് മുഖ്യമന്ത്രി അയ്യപ്പ ഭക്തനാണെന്ന് പ്രഖ്യാപിക്കുമോ എന്ന ചോദ്യം വന്നപ്പോഴാണ് ഞാൻ അതിൽ ഇടപെടുക തന്നെ ചെയ്തത്. ഞാൻ അതുകൊണ്ട് അതിൽ ഒരു വരി പറഞ്ഞോട്ടെ, ഒരു വരി കടത്തി കൂടെ പറയണം. കാര്യം എന്താ കടത്തി പറയുന്നതെന്ന് പറഞ്ഞാൽ ശബരിമല ഒരു ഹിന്ദു ക്ഷേത്രമാണ്, മതേതര ക്ഷേത്രമല്ല. ശബരിമല ഹിന്ദുവിന്റെ സ്വത്താണ്. എന്നാൽ അയ്യപ്പന്റെ ആത്മമിത്രമായ മുസ്ലിമായ വാവർക്കും അതിന്റെ ചരിത്ര പശ്ചാത്തലത്തിൽ ക്രിസ്ത്യാനിയായ വെളുത്തയ്ക്കും സ്ഥാനമുള്ള ശബരിമല നമ്മുടെ ഇന്ത്യയുടെ മാതൃകയാണ്. അത് മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ പറഞ്ഞ 100% കറക്റ്റാണ്. അതായത് അയ്യപ്പനും വാവരും തമ്മിലുള്ള സൗഹൃദമൊക്കെ നമ്മുടെ നാടിന്റെ പൈതൃകമാണ്, ലെഗസിയാണ്. ഇനിയും ശങ്കു ടി ദാസ് ഇപ്പൊ ഇരിക്കുന്ന സ്ഥാനത്ത് കഴിഞ്ഞ തവണ ശ്രീ ടി.ജി. മോഹൻദാസായിട്ട് ഇരുന്നപ്പോ ശബരിമലയിൽ മറ്റു മതസ്ഥരെ കയറ്റരുതെന്ന് പറഞ്ഞ് ഹൈക്കോടതിയിലേക്ക് പോയി. അതിനെ എതിർത്ത് ഞാനും ഹൈക്കോടതിയിലെ ടി.ജി. മോഹൻദാസിന്റെ പ്ലീ എതിർത്തുകൊണ്ട് ഞാനും പോയിരുന്നു. ഹൈക്കോടതി ഡിസ്റ്റർബൻസ് രേഖപ്പെടുത്തി ഇത് സമൂഹത്തിന്റെ മതസൗഹാർദ്ദ ഫാബ്രിക്കിനെ ഇല്ലാതാക്കുമെന്ന് പറഞ്ഞ് അദ്ദേഹത്തിന്റെ ആ കേസിൽ പരാമർശമുണ്ട്. അതുകൊണ്ട് ശബരിമല ഹിന്ദു ക്ഷേത്രമാണ്. പക്ഷെ ആ ഹിന്ദു ക്ഷേത്രം എല്ലാവർക്കും വേണ്ടിയുള്ളതാണ്. അവർക്കും വെളുത്തയ്ക്കും ഹിന്ദുവിനും ക്രിസ്ത്യാനിക്കും മുസ്ലിമിനും വേണ്ടിയുള്ളതാണ്. ഇതാണ് അതിലെ എനിക്കിതിലൊരു കൺഫ്യൂഷൻ ഉണ്ടാകുന്ന പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തുടക്കം മുതലുള്ള ഇത് നോക്കൂ, ഈ വിഷയം എന്ന് പറയുന്നത് ഇപ്പോൾ സംഘടിപ്പിക്കാൻ പോകുന്ന ഒരു സംഗമത്തെക്കുറിച്ചുള്ള കാര്യം ആണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. എന്തുകൊണ്ടാണ് അതിനെ എതിർക്കുന്നത് എന്നൊരു ചോദ്യം ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായും വിശ്വാസവുമായി ബന്ധപ്പെട്ട ഉള്ള പലതരം അഭിപ്രായങ്ങൾ അതിൽ മാത്രമാണ് ചുറ്റിത്തിരിയുന്നത്. അതുകൊണ്ടല്ല. അതായത് യഥാർത്ഥത്തില് എല്ലാരെയും കൂട്ടിച്ചേർത്ത് ഇൻക്ലൂസീവായിട്ട് പോകണം. അതായത് BJP RSS പ്രസ്ഥാനങ്ങളൊക്കെ ആദ്യം അവരിൽ ചില ആൾക്കാർക്ക് വിയോജിപ്പുണ്ടായിരുന്നു. ഉദാഹരണം ശ്രീ ശങ്കു തന്നെ ഏറ്റവും ഗംഭീരമായി വിമർശിച്ചിട്ടുള്ള സർവാദരണീയനായ ശ്രീ രംഗഹരി, അദ്ദേഹം ശബരിമലയിൽ യുവതികളെ കയറ്റണം എന്ന് പറഞ്ഞ് മാറ്റുവിൻ ചട്ടങ്ങൾ എന്നൊരു പുസ്തകം എഴുതിയിട്ടുണ്ട്. RSSന്റെ ഇന്നത്തെ ഹിന്ദു ഐക്യവേദിയുടെ തലവനായ അല്ലെങ്കിൽ മുഖ്യ വ്യക്തിയായ RV ബാബു ചേട്ടൻ ഇന്നും ശബരിമല യുവതികളെ കയറ്റണമെന്നാണ് അഭിപ്രായം. ശ്രീ ടി.ജി. മോഹൻദാസിന് ഇന്നും യുവതികളെ കയറ്റണമെന്നാണ് അഭിപ്രായം. അതുകൊണ്ട് അഭിപ്രായ വ്യത്യാസമൊക്കെ നിലനിൽക്കും. യഥാർത്ഥത്തിൽ ഇവിടെ പറ്റുന്നത് BJP അടക്കം അല്ലെങ്കിൽ RSS അടക്കമുള്ള ഹിന്ദുത്വ പ്രസ്ഥാനങ്ങളെ അകറ്റി നിർത്താൻ നോക്കരുത്. അവരും ഒരുപാട് ബുദ്ധിമുട്ടിയതാണ്, ഈ രംഗത്ത് ഒരുപാട് പ്രയത്നിച്ചതാണ്, ശബരിമലയ്ക്ക് വേണ്ടി ഒരുപാട് ത്യാഗം ചെയ്തതാണ്. അപ്പൊ അവരെ വർഗീയവാദികളെന്ന് മുദ്ര കുത്തി മാറ്റി നിർത്തുന്നതിനോട് എനിക്ക് തോന്നുന്നില്ല സുകുമാരൻ നായർ സാർ യോജിക്കുമെന്ന്, എനിക്ക് തോന്നുന്നില്ല SNDP യോജിക്കുമെന്ന്. പരസ്യമായിട്ട് അവരെ നിലപാടെടുക്കുമെന്ന് അറിയില്ല. ആരെയും അകറ്റി നിർത്തലല്ല. അവിടെയാണ് ഞാൻ മുമ്പിൽ അദ്ദേഹത്തെ എല്ലാ ഹിന്ദുത്വ സംഘടനയും പ്രതിദാനം ചെയ്യാൻ വിളിക്കുക. അദ്ദേഹം വരുമല്ലോ എന്ന് എനിക്കറിയില്ല. പ്രതിദാനം ചെയ്യാൻ വിളിക്കുക. നിങ്ങൾക്ക് എതിരഭിപ്രായം ഉണ്ടെങ്കിൽ അവിടെ ഒന്ന് പറയും. ഒറ്റ കാര്യം കൂടെ, അങ്ങനെ എല്ലാരെയും കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് പോകണ്ടേ? ഈ ഒരു വിഭാഗമുള്ള പ്രസ്ഥാനങ്ങളെ അകറ്റി നിർത്തണം, അവരെ മുദ്ര കുത്തണം, ചാപ്പയടിക്കണം, അവരെ വർഗീയവാദികളാക്കണമെന്ന് നിർബന്ധം എന്താ? അവരും ഹിന്ദു സമൂഹത്തിന്റെ, അയ്യപ്പ വിശ്വാസ സമൂഹത്തിന്റെ വലിയൊരു ഭാഗമല്ലേ. ഒരു വരി കൂടെ പറയാം, അയ്യപ്പ സേവാ സംഘത്തിന്റെ ആൾക്കാർക്കും ഇൻവിറ്റേഷൻ കിട്ടിയില്ലെന്ന് ഇന്നലെ അതിന്റെ ഒരു വ്യക്തി ന്യൂസിൽ ഒരു ചാനലിൽ എന്നോടൊപ്പം പറയുന്നുണ്ടായിരുന്നു. അപ്പൊ ഇവരൊക്കെ അല്ലേ അയ്യപ്പ വിശ്വാസികൾ? ദേവസ്വം ബോർഡ് തുടങ്ങുന്നതിന് മുമ്പേ ഉള്ളൊരു സംഘടനയാണ് അയ്യപ്പ സേവാ സംഘം. അവരെയൊക്കെ വിളിക്കാത്ത എന്താ? എല്ലാരെയും ഒരുമിച്ച് കൊണ്ടുപോകാൻ ദേവസ്വം ബോർഡല്ലേ നോക്കേണ്ടത്? പ്രശാന്തിക്ക് എല്ലാരെയും ഒന്ന് ഇൻവൈറ്റ് ചെയ്താൽ എന്തെങ്കിലും നഷ്ടം ഉണ്ടാകൂ? ഈ ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റാത്തതുകൊണ്ട് രാഷ്ട്രീയപരമായ എതിരഭിപ്രായങ്ങളുണ്ടെങ്കിൽ ശരി. ഡോക്ടർ പി കെ ഗോപൻ, ചില സംഘടനകളെ മാറ്റി, ഇപ്പൊ കഴിഞ്ഞ ദിവസം PS പ്രശാന്ത് എല്ലാ സംഘടനകളെയും ക്ഷണിക്കും എന്ന് പറയുന്നുണ്ടായിരുന്നു. അതിന് പിന്നാലെ പാർട്ടി സെക്രട്ടറി പറയുകയാണ് അവിടെ വർഗീയവാദികളെ വിളിക്കില്ല എന്നുള്ളത്. അപ്പോൾ അഡ്വക്കേറ്റ് ശങ്കുട്ടി ദാസ് ചോദിക്കുകയാണ്, പാർട്ടി സെക്രട്ടറിക്ക് ഇതിലെന്താണ് കാര്യം? ഇത് സർക്കാർ, ദേവസ്വം ബോർഡ്, ദേവസ്വം വകുപ്പ് ഒക്കെ ചേർന്ന് നടത്തുന്ന ഒരു പരിപാടിയാണ് എങ്കിൽ ശരി, ഇതിലെവിടെയും ഒഫീഷ്യലായ ഒരു പൊസിഷനിലും ഇല്ലാത്ത ഒരാൾ പാർട്ടി സെക്രട്ടറി പറയുകയാണ് അവിടെ ഇന്ന ആളുകളെ ക്ഷണിക്കും, ഇന്ന ആളുകളെ ക്ഷണിക്കില്ല എന്ന്. അപ്പോൾ ഇത് പാർട്ടി നടത്തുന്ന പരിപാടിയാണോ? ഇതിലെന്താണ് റോൾ? അപ്പോൾ രാഷ്ട്രീയമായിട്ടാണ് പറയുന്നത് എങ്കിൽ രാഷ്ട്രീയമായിട്ടാണോ ആളുകളെ പരിപാടിക്ക് ക്ഷണിക്കുകയും ക്ഷണിക്കാതിരിക്കുകയും ഈ ആഗോള സംഗമം നടത്തുകയും ചെയ്യുന്നത് എന്നൊരു ചോദ്യം സ്വാഭാവികമാണല്ലോ. അല്ല ശ്രീമതി മാധു, ഇത് വളരെ കൃത്യമായ ചോദ്യമാണ്. പക്ഷേ ഗോവിന്ദൻ മാഷ് പറഞ്ഞത് CPIMൻ്റെ നിലപാടാണ്. ഇത് നടത്തുന്നത് ദേവസ്വം ബോർഡും അതിന് പിന്തുണ നൽകുന്നത് സംസ്ഥാന ഗവൺമെൻറ്റുമാണ്. അവിടെ വർഗീയവാദം എന്നുള്ള പ്രശ്നമല്ല ഗവൺമെൻറ് പറയുന്നത്, ദേവസ്വം ബോർഡും പറയുന്നത്. CPIMനെ സംബന്ധിച്ച് ഇത്തരം പൊതു ഇടങ്ങൾ വർഗീയവൽക്കരിക്കാൻ പാടില്ല എന്ന കൃത്യമായ കാഴ്ചപ്പാടാണ് പാർട്ടി സെക്രട്ടറി ഇൻവെർട്ടർ കോമ അദ്ദേഹം പറഞ്ഞ പാർട്ടി സെക്രട്ടറിയുടെ നിലപാട് അങ്ങനെയാണ്. ഇനി ഇവിടെ മൊത്തം ചർച്ച എനിക്ക് കേൾക്കാൻ കഴിഞ്ഞില്ലെങ്കിലും ബഹുമാന്യനായ BJPയുടെ പ്രതിനിധി ഈ പ്രശ്നത്തെ അവതാരിക കൃത്യമായി ചൂണ്ടിക്കാണിച്ചതുപോലെ
ശബരിമലയിലെ സ്ത്രീ പ്രശ്നത്തെ കണക്ട് ചെയ്തുകൊണ്ടാണ് ഈ ചർച്ച നടത്താൻ ശ്രമിച്ചത്. അതിനെക്കുറിച്ച് ഒരു വാചകം ആമുഖമായി പറയാതെ ഇതിലേക്ക് കടക്കുന്നത് ശരിയല്ല. കാരണം അത് ഈ ആഗോള സംഗമത്തിൻ്റെ, അയ്യപ്പ സംഗമത്തിൻ്റെ എല്ലാ ധാരകളിലും കടത്തിക്കൊണ്ടുവരാൻ സാധ്യതയുണ്ടെന്നുള്ളതാണ്. അതിൽ വ്യക്തമായി പറയാനുള്ളത്, CPIMമോ CPIMൻ്റെ ഏതെങ്കിലും ബഹുജന പ്രസ്ഥാനമോ ശബരിമലയിൽ സ്ത്രീകളെ പ്രവേശിപ്പിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഒരു കോടതിയെയും സമീപിച്ചിട്ടില്ല. കോടതി വിധി സുപ്രീം കോടതി വിധി ആയതുകൊണ്ട് അത് നടപ്പാക്കാനുള്ള ബാധ്യത സംസ്ഥാന സർക്കാരിനുണ്ട് എന്നാണ് മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ പറഞ്ഞത്. അത് RSSൻ്റെ പ്രതിനിധി നിഷേധിച്ചില്ല, കോൺഗ്രസ് നേതൃത്വം നിഷേധിച്ചില്ല. കൃത്യമായി RSSൻ്റെ BJPയുടെ പ്രതിയെ എനിക്ക് അന്നത്തെ ജന്മഭൂമി പത്രം ചൂണ്ടിക്കാണിക്കാൻ കഴിയും. ജന്മഭൂമി പത്രം അത് ആവേശത്തോടുകൂടി സ്വീകരിക്കുകയാണ് ചെയ്തത്. അതിനുശേഷം പന്തളത്ത് നടന്ന അയ്യപ്പ സംഗമത്തിൽ, അല്ലെങ്കിൽ നമ്മുടെ വനിതകൾ ഉൾപ്പെടെ നടത്തിയിട്ടുള്ള ഇടപെടലിൻ്റെ ഭാഗമായി വഴി മാറിപ്പോവുകയായിരുന്നു. അങ്ങനെ വഴി മാറിപ്പോയപ്പോൾ CPIM നിന്നെടുത്ത് നിൽക്കുകയും മറ്റുള്ളവർ നിന്നെടുത്ത് നിന്ന് ചുവട് മാറ്റുകയും ചെയ്തു. ഇതിൻ്റെ ഫലമായിട്ടാണ് അവിടെ ഇഷ്യൂ ഉണ്ടായത്. രണ്ടാമത് ഇതിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടത് അത് ക്രമസമാധാന പാലനത്തിൻ്റെ ഭാഗമായുള്ള കാര്യങ്ങളാണ്. മൂന്നാമത്തെ കാര്യം, ഇപ്പോൾ എന്തുകൊണ്ട് അയ്യപ്പ സംഗമം നടത്തുന്നു എന്നുള്ളത്, ഇത് യഥാർത്ഥത്തിൽ ദക്ഷിണേന്ത്യയുടെ, ഒരർത്ഥത്തിൽ നോക്കിയാൽ ദക്ഷിണേന്ത്യയുടെ മുഴുവൻ ഒരു കേന്ദ്രമാണ് ഈ ശബരിമല എന്നുള്ളത്. നമ്മുടെ ദ്രാവിഡ ഭാഷ സംസാരിക്കുന്ന മഹാഭൂരിപക്ഷം ആളുകൾക്ക് ആരാധനയിൽ മുൻതൂക്കം കിട്ടുന്ന ഒരു സ്ഥലമാണത്. അപ്പോൾ അവിടെ ദേവസ്വം ബോർഡ് എന്നുള്ളത് ഒരു ഭരണഘടനാ സ്ഥാപനമാണ്. ഇവിടെ ഒരു ചോദ്യം വന്നു, പിണറായി വിജയൻ വിശ്വാസിയാണോ? അത് ശ്രീ രാജീവ് ചന്ദ്രശേഖർ ചോദിച്ചിട്ട് അദ്ദേഹം തന്നെ തിരിച്ച് പോക്കറ്റിലിട്ടൊരു കാര്യമാണ്. കാരണം പിണറായി വിജയന് ദൃഢപ്രതിജ്ഞ ചെയ്ത് മുഖ്യമന്ത്രിയാകാനുള്ള അവകാശം കൊടുത്തിട്ടുള്ള ഒരു നാടാണ് ഇന്ത്യൻ ഭരണഘടന. ആ ഭരണഘടന പ്രകാരമാണ് ദേവസ്വം ബോർഡ് രൂപീകരിക്കപ്പെട്ടത്. ആ ദേവസ്വം ബോർഡിൻ്റെ നിയന്ത്രണം ഭരണഘടന കൈകാര്യം ചെയ്യുന്ന കോടതിയുടെ പടിവാതിക്കലുമാണ്. അപ്പോൾ ഈ ദേവസ്വം ബോർഡ് കൈകാര്യം ചെയ്യുന്നവർക്ക് അവർ വിശ്വാസിയായിരിക്കണം. അത് ഞങ്ങൾ അതിൽ ഊന്നൽ കൊടുക്കാറുണ്ട്. കാരണം ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാർ പൊതുവെ ക്ഷേത്ര വിശ്വാസം കൈകാര്യം ചെയ്യുന്നവരുടെ കൂട്ടത്തിൽപ്പെട്ടവരെയാണ് പൊതുവെ നിയമിക്കാറുള്ളത്. ആ ദേവസ്വം ബോർഡ് അംഗങ്ങൾ ക്ഷേത്രാചാരങ്ങൾ സംരക്ഷിക്കുന്നവരെയും ആ വിശ്വാസത്തിന് ഊന്നൽ കൊടുക്കുന്നവരെയാണ് പൊതുവെ നിശ്ചയിക്കാറുള്ളത്. അപ്പോൾ അതിൻ്റെ ഭാഗമായി ഭരണഘടനാ ഉത്തരവാദിത്വം നിർവഹിക്കുന്നത്. അതുകൊണ്ട് അവിടെ ഞങ്ങൾ ഓരോരുത്തരും വിശ്വാസികളാണ് എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ അത് കൈകാര്യം ചെയ്യാൻ പോകാമെന്ന് പറയുന്നത് രാഷ്ട്രീയമായി അതിനെ സമീപിക്കല. രാഷ്ട്രീയ സമീപനം എടുക്കുന്നത് നമ്മളല്ല. വിശദീകരിക്കുന്നത് ശരി. പക്ഷേ അങ്ങ് തുടക്കത്തിൽ ഒരു കാര്യം പറഞ്ഞപ്പോൾ ആദ്യത്തെ രണ്ടാമത്തെ വരിയിൽ ഞാൻ ഇടപെടേണ്ടതില്ല എന്ന് വിചാരിച്ച് അങ്ങ് പൂർത്തിയാക്കട്ടെ എന്ന് ഞാൻ കരുതിയതാണ്. അങ്ങ് പറഞ്ഞു അവിടെ വർഗീയവാദികളെ ക്ഷണിക്കേണ്ടതില്ല എന്നുള്ളത് പാർട്ടി തീരുമാനമാണ്, അല്ലെങ്കിൽ പാർട്ടിയുടെ അഭിപ്രായമാണ് എന്നുള്ളത് അങ്ങ് പറഞ്ഞു. അപ്പോൾ വർഗീയവാദികൾ എന്ന് കൃത്യമായി വിശദീകരിച്ച് ഇന്ന ആളുകൾ വർഗീയവാദികൾ എന്ന് പറഞ്ഞിട്ടില്ല. അതവിടെ നിൽക്കട്ടെ, അത് രാഷ്ട്രീയമായി ഓരോ പാർട്ടിക്ക് എടുക്കാൻ കഴിയുന്ന കാഴ്ചപ്പാടും തീരുമാനവും ഒക്കെയാണ്. പക്ഷെ അവിടെ വിളിക്കില്ല എന്ന് പറയുന്നിടത്ത്, അല്ലെങ്കിൽ അങ്ങനെയുള്ളവർ വരേണ്ട സ്ഥലമല്ല എന്ന് പറയുന്നത് പോലെയല്ല, വിളിക്കില്ല എന്ന് പറയുമ്പോൾ അതിന് ഭരണപരമായ അധികാരം കൈയാളുന്നതിൻ്റെ അത് പ്രകടമാകുന്നുണ്ട്. ആ ഭരണപരമായ അധികാരം കൈയാളുന്ന ഒരിടത്ത് പാർട്ടി സെക്രട്ടറി അല്ല അങ്ങനെ തീർപ്പ് പറയേണ്ടത് എന്നുള്ളത് കൊണ്ടാണ് ആ ചോദ്യം ഉണ്ടായത്. അപ്പോൾ പാർട്ടി സെക്രട്ടറി ആണോ തീരുമാനിക്കുന്നത്? പാർട്ടി നടത്തുന്നതാണോ? പാർട്ടി നടത്തുന്നതാണെങ്കിൽ ഇത് രാഷ്ട്രീയമായ പരിപാടിയല്ലേ? അതുകൊണ്ടല്ലേ ഇലക്ഷൻ സ്റ്റണ്ട് എന്ന് ചോദിക്കുന്നത്? ചോദ്യം ക്ലിയർ. അത് ഞാൻ അതിൻ്റെ അർത്ഥം പറഞ്ഞു. വാച്യാർത്ഥവും വ്യംഗ്യാർത്ഥവും ധ്വന്യാർത്ഥവും ഒക്കെ വാക്കുകൾക്കുണ്ട്. ഗോവിന്ദൻ മാഷ് ആഗ്രഹിക്കുന്നത് ഇതൊരു എല്ലാ വിഭാഗം ജനങ്ങളും വരുന്ന ഒരു സ്ഥലത്ത് അവിടെ അതിനെ കമ്മ്യൂണലൈസ് ചെയ്ത് പോകാൻ പാടില്ല എന്നുള്ള ആശയമാണ് അദ്ദേഹം അവതരിപ്പിച്ചത്. വിളിക്കേണ്ടത് ആരെയാണ്, ആരെയൊക്കെ ക്ഷണിക്കണമെന്നുള്ളത് ഗവൺമെൻറ്റാണ്. ഉദാഹരണത്തിന് കേന്ദ്രമന്ത്രിമാരെ ക്ഷണിക്കുന്നുണ്ട്, അവിടെ മറ്റ് പ്രദേശങ്ങളിലെ ഭരണാധികാരികളെ ക്ഷണിക്കുന്നുണ്ട്, ഒരുപാട് സംഘടനകളെ ക്ഷണിക്കുന്നുണ്ട്. ആ സംഘടനകളുടെയൊക്കെ പ്രാതിനിധ്യം വെച്ചുകൊണ്ടാണ് നമ്മൾ ഈ ചർച്ച ഗൗരവമായിട്ട് എടുക്കുന്നത് തന്നെ. അതുകൊണ്ട് അതിൻ്റെ വാച്യാർത്ഥമല്ല എടുക്കേണ്ടത്, ഗോവിന്ദൻ മാഷ് ഉദ്ദേശിച്ചതിൻ്റെ വ്യംഗ്യാർത്ഥമാണ് എടുക്കേണ്ടത്. നമ്മൾ അങ്ങനെയാണല്ലോ ഭാഷ ഉപയോഗിക്കുമ്പോൾ എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നുള്ളതാണ് പ്രധാനമായിട്ട്. അദ്ദേഹം പറഞ്ഞതിന്റെ അർത്ഥം നമുക്ക് പറയുന്ന കാര്യങ്ങളെ എടുക്കാൻ കഴിയുള്ളൂ. നമ്മൾ ആ ഒരു വാക്കിൽ പിടിച്ച് സംസ്ഥാന ഗവൺമെന്റും ആ വാക്കിൽ പിടിക്കുക എന്ന് പറഞ്ഞാൽ സംസ്ഥാന ഗവൺമെന്റും ദേവസ്വം ബോർഡും പ്രയോഗം കേരളത്തിൽ എത്രത്തോളം വലിയ പ്രശ്നമുണ്ടാക്കിയത്. ശ്രീധരൻ പിള്ള പിന്നീട് പറയുകയാണ്, ഞാൻ ഉദ്ദേശിച്ചതിന്റെ വ്യംഗ്യാർത്ഥമായിരുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾ സമ്മതിച്ചു തരൂ?
ഇല്ല. ശബരിമല വിഷയമൊക്കെ വലിയ തോതിൽ കേരള രാഷ്ട്രീയത്തിൽ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയമാണ്, കേരളത്തിൽ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയമാണെന്ന് തിരിച്ചറിയാൻ കഴിയാത്തത്ര പ്രശ്നങ്ങളൊന്നുമില്ല, അല്ലെങ്കിൽ അത്ര രാഷ്ട്രീയം അറിയാത്ത അതോ നിങ്ങളെ ചോദ്യം മാത്രമായിട്ട് നിൽക്കണോ? അല്ലല്ല, ഈ ചർച്ചയിൽ എല്ലാവർക്കും സംസാരിക്കാനുള്ള സമയമുണ്ട്. അങ്ങ് ഞാൻ പറഞ്ഞല്ലോ, അങ്ങയുടെ ആദ്യത്തെ 2 വരിയിൽ ഇടപെടേണ്ടതില്ല എന്ന് തീരുമാനിച്ചാണ് അങ്ങ് ഏറെക്കുറെ സംസാരിച്ച് പൂർത്തിയാകുന്നവരെ ഞാൻ കാത്തിരിക്കുകയും പിന്നീട് ചോദ്യങ്ങൾ ചോദിക്കുകയും ചെയ്തത്. അതല്ല, ഇതിനകത്ത് മറ്റ് പാനലിസ്റ്റുകളെല്ലാം വ്യക്തമായി കാര്യങ്ങൾ അവരുടെ വീക്ഷണം അവതരിപ്പിച്ചു. ഞാൻ ലേറ്റായിട്ടാണ് എൻട്രി ചെയ്തത്, അത് എൻ്റെ പ്രശ്നമല്ല, പോട്ടെ. പക്ഷേ ഇത് ഞാൻ അത് പൂർത്തീകരിച്ചിട്ട് ഇടപെട്ടാൽ പോരെ? ഗോവിന്ദൻ മാഷ് പറഞ്ഞതിൻ്റെ വാക്കിനെ പിടിച്ചുകൊണ്ട് ഈ ചർച്ച വഴിതിരിച്ചു വിടണോ? ഗോവിന്ദൻ മാഷ് വളരെ പരിണതപ്രജ്ഞനായ കേരള രാഷ്ട്രീയത്തിലെ ഏറ്റവും വലിയ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയാണ്. അദ്ദേഹത്തിൽ നിങ്ങൾക്ക് വിശദീകരണം തേടാം. അദ്ദേഹം ഉദ്ദേശിച്ച ഇൻറ്റൻഷൻ ഞാൻ വളരെ കൃത്യമാക്കി. ഒരു മേഖലയിലും വർഗീയവാദികളുടെ സാന്നിധ്യം ഉണ്ടാകാൻ പാടില്ല എന്ന് ആഗ്രഹിക്കുന്ന ഒരു പ്രസ്ഥാനത്തെ നയിക്കുന്ന ആളാണ് അദ്ദേഹം. അത് അവിടെ ക്ലോസ് ചെയ്യും. അവിടുത്തെ വിഷയം എന്താണ്? അയ്യപ്പ സംഗമം, ആഗോള അയ്യപ്പ സംഗമം സംഘടിപ്പിക്കുമ്പോൾ ഗവൺമെൻറ്റിന് ഇതിനകത്ത് ദുഷ്ടലാക്ക് എന്ന രൂപത്തിൽ ഇവിടെ ചർച്ച വന്നു. അതിനെ അഡ്രസ്സ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അത് അഡ്രസ്സ് ചെയ്യാൻ ഭഗവതി അനുവദിക്കണം എന്നെ. അതാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട പ്രശ്നം. കാരണം ആഗോള അയ്യപ്പ സംഗമം സംഘടിപ്പിക്കുമ്പോൾ ഇവിടെ ഉയർത്തിക്കൊണ്ടുവന്ന പ്രശ്നം ശബരിമലയുടെ വികസനത്തെ പരിഗണിക്കുന്നതുമായി ബന്ധപ്പെട്ട നമ്മുടെ RSS പ്രതിനിധികളും BJP പ്രതിനിധികളും ഇപ്പോഴും ഈ ചർച്ച നടന്നുകൊണ്ടിരിക്കുമ്പോഴും അപ്പുറത്തൊരു യോഗത്തിൽ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് ഹിന്ദുക്കളുടെ ആരാധനാലയങ്ങളുടെ പണമെടുത്ത് നാട്ടിൽ വികസന പ്രവർത്തനം നടത്തുന്നു, ഗവൺമെൻറ് ഈ പണമെടുത്ത് മറ്റു കാര്യങ്ങൾ ചെയ്യുന്നു എന്നുള്ളതാണ്. എത്ര സത്യവിരുദ്ധമായിട്ടുള്ള ഒരു കാര്യമാണ് ഇപ്പോഴും അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇവിടെ കോൺഗ്രസിൻ്റെ പ്രതിനിധി അവിടുത്തെ ഡെവലപ്മെൻറ്റ്സിനെ കുറിച്ച് പറഞ്ഞു. അദ്ദേഹം വളരെ കൃത്യമായി കാര്യങ്ങൾ മനസ്സിലാക്കുന്ന ഒരാളാണ്. അദ്ദേഹം മനസ്സിലാക്കേണ്ടത്, കോവിഡ് സമയത്ത് ഈ ക്ഷേത്രങ്ങളിൽ ശമ്പളം കൊടുത്തത് ആരാ സർ? ദേവസ്വം ബോർഡിൻ്റെ പണം എടുത്തിട്ടാണോ ഇവിടെ ശമ്പളം കൊടുത്തത്? ഇവിടെ മറ്റ് ആരാധനാലയങ്ങൾക്ക് വല്ലതും അന്ന് ശമ്പളം കൊടുത്തോ? ദേവസ്വം ബോർഡ് സർക്കാരിൻ്റെ നിയന്ത്രണത്തിലുള്ള സ്ഥാപനമായതുകൊണ്ട്, ദേവസ്വം ബോർഡ് സംസ്ഥാന ഗവൺമെൻറ്റിന് ഭരണഘടനാപരമായി ഉത്തരവാദിത്തമുള്ള സ്ഥാപനമായതുകൊണ്ട് 700ഓളം കോടി രൂപയാണ് ദേവസ്വം ബോർഡ് ജീവനക്കാർക്ക് സർക്കാരിന്റെ ഖജനാവിൽ നിന്ന് ശമ്പളമായി കൊടുക്കുന്നത്. ആഗോള അയ്യപ്പ സംഗമം നടത്തുന്നതിന്റെ ഭാഗമായി അവിടെ വന്നു ചേരാൻ സാധ്യതയുള്ള വികസന പ്രവർത്തനങ്ങൾ 1000 കോടിക്ക് മുകളിലാണ്. പൂർത്തിയാക്കാനുള്ള സമയം വേണം എന്നങ്ങ് നിരന്തരം ആവശ്യപ്പെട്ടുകൊണ്ട് ഞാൻ പിന്നെയും അങ്ങേക്ക് വീണ്ടും അവസരം നൽകുകയും ചെയ്തത്. പിന്നെ ഗോവിന്ദൻ മാഷ് പറഞ്ഞൊരു വാക്ക്, അതവിടെ ക്ലോസ് ചെയ്യൂ എന്ന് ആരെങ്കിലും ഒരാൾ, അങ്ങേ അടക്കം പാർട്ടിയുടെ ഉത്തരവാദിത്തപ്പെട്ട പാനലിസ്റ്റുകളോ വക്താക്കളോ ആരെങ്കിലും ഒരാൾ അവിടെ ക്ലോസ് ചെയ്യൂ എന്ന് പറയുമ്പോൾ അങ്ങനെ ക്ലോസ് ചെയ്യുന്നതല്ല. അതിൽ സംശയമുണ്ടെങ്കിൽ, അതിൽ ചോദ്യങ്ങളുണ്ടെങ്കിൽ തുടരെ ചോദിക്കുക എന്നുള്ളതാണ് സാധാരണഗതിയിലുള്ള രീതി. അങ്ങ് ക്ഷമിക്കണം. ഇടവേള തിരികെ സ്വാഗതം ചർച്ചയിലേക്ക്. അടുത്ത ശങ്കുട്ടിദാസ്, ഇപ്പോൾ സർക്കാർ ഇതിനെ ഒരു വരുമാന മാർഗമായി കാണുന്നുണ്ടോ എന്നുള്ളതാണ് BJP ഉയർത്തിയ ഒരു ചോദ്യം. അങ്ങ് അടക്കം ഈ ചർച്ചയിലടക്കം ഉന്നയിച്ച ഒരു ചോദ്യം എന്ന് പറയുന്നത്, സർക്കാരിന് ശബരിമല വികസനവുമായി ബന്ധപ്പെട്ട വരുമാനം ആവശ്യമുണ്ട്. സർക്കാരിന് അങ്ങനെ ഏകപക്ഷമായി ഈ ബജറ്റ് അലോക്കേഷന് പുറത്ത് നിന്ന് എടുത്തു കൊടുത്താൽ പലതരത്തിലുള്ള ചോദ്യങ്ങൾ ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ ദേവസ്വം ബോർഡാണ് ഇത് നടത്തുന്നത്. ദേവസ്വം ബോർഡിൻ്റെ മാത്രം പണമോ അല്ലെങ്കിൽ മറ്റ് ഈ സ്പോൺസർഷിപ്പിലൂടെയുള്ള പണമോ ഒക്കെ സമാഹരിക്കാൻ കഴിയും എന്നുള്ളതൊക്കെയാണ് ഉന്നയിക്കപ്പെടുന്നത്. ഇപ്പോൾ കേരളീയമൊക്കെ നടത്തിയ മാതൃകയിൽ സ്പോൺസർഷിപ്പിലൂടെ എന്നുള്ളത്. ഈ കാര്യങ്ങളെ മുഴുവൻ സംശയദൃഷ്ടിയോടുകൂടി കാണുകയും ഇത് മുഴുവൻ രാഷ്ട്രീയ നാടകമാണ് എന്ന് തള്ളിപ്പറയുകയും ചെയ്യുന്ന ആളുകൾക്ക് ആകെ പറയാനുള്ളത് ഈ വിശ്വാസത്തിന്റെ കാര്യം മാത്രമാണ്. അവിടെ എന്തെങ്കിലും വികസനം നടക്കുന്നതിനോട് BJPക്ക് എതിർപ്പുണ്ടോ? നോക്കൂ, ശബരിമലയിൽ ഏറ്റവും അടിസ്ഥാനപരമായി വേണ്ടിയിരുന്ന വികസനം 2017 പ്രളയത്തിന് ശേഷം ശബരിമലയിലെ അടിസ്ഥാന സൗകര്യം ആകെ താറുമാറായി കിടക്കുകയാണ്. അവിടെ തീർത്ഥാടകർക്ക് വിരിവെക്കാനുള്ള സൗകര്യമില്ല. അവിടെ പോകുന്ന വഴിയിൽ മുഴുവൻ ഇപ്പോഴും അവിടെ മണൽ കൂമ്പാരങ്ങളും കൂനകളും നിൽക്കുകയാണ്. അവിടെ തീർത്ഥാടകർക്ക് മൂത്രം ഒഴിക്കാനുള്ള സൗകര്യം പോലും ഇല്ല. കഴിഞ്ഞ തീർത്ഥാടന കാലത്ത് അവിടെ എങ്ങനെയാണ് ആളുകൾ വിരിവെക്കാൻ കഴിയാണ്ട് ബുദ്ധിമുട്ടിയതൊക്കെ നമ്മൾ നേരിട്ട് കണ്ടതാണ്. ഈ കാര്യത്തിലൊന്നും ഇന്ന് വരെയായിട്ട് യാതൊരു ഇടപെടലും നടത്തിയിട്ടില്ല. നേരെ തിരിച്ചൊരു വലിയ തെരഞ്ഞെടുപ്പിനോട് അടുത്ത ഘട്ടത്തിൽ ഒരു വിശ്വാസ സംഗമം നടത്തി അതിൻ്റെ പേരിൽ സ്പോൺസർഷിപ്പായിട്ട് പണം പിരിക്കുന്നത് ശബരിമലയിലെ അടിസ്ഥാന സൗകര്യം വികസിപ്പിക്കാൻ വേണ്ടിയല്ല എന്ന് സ്വാഭാവികമായിട്ട് ആളുകൾ സംശയിച്ചാൽ അതിലെങ്ങനെയാണ് തെറ്റ് പറയാൻ? കഴിഞ്ഞതിന് മുൻപത്തെ തീർത്ഥാടന കാലത്തിൽ വലിയ പരാതിയുണ്ട്, ശരിയാണ്. അതിനുശേഷമുള്ള തീർത്ഥാടന കാലത്ത് പരാതികൾ ഈ പറയുന്നത് പോലെ നാമമാത്രം എന്ന നിലയ്ക്ക് വേണമെങ്കിലും പറയാൻ കഴിയുന്ന ഒന്നാണ്. ഇനി ഒരു തീർത്ഥാടന കാലത്തിനിടയ്ക്കാണ് ഈ പറയുന്ന ഒരു വേദി ഉണ്ടാകുന്നത് ആളുകൾക്ക് പ്രശ്നങ്ങൾ പറയാൻ. അപ്പോൾ അത് അടുത്ത തീർത്ഥാടന കാലത്തേക്കുള്ള ചുവടുവയ്പ്പാണെന്ന് കണ്ടുകൂടെ? ഇത് എല്ലാത്തിനെയും നെഗറ്റീവായി മാത്രം കാണേണ്ടതുണ്ടോ? നോക്കൂ, ഒരു കാര്യത്തെ നമ്മൾ എപ്പോഴാണ് സംശയത്തോടുകൂടി കാണുന്നത്? ആ കാര്യം നടത്തുന്ന ആളുകൾക്ക് മുൻപ് നമുക്കെതിരെ
തെറ്റായ രീതിയിൽ ഇടപെട്ട പരിചയമുള്ളപ്പോഴാണ്. ഇവിടെ ഈ ചർച്ചയിൽ ഇപ്പോൾ രാഹുൽ ഈശ്വർ പറയുന്നത് ബിജെപിക്കെതിരെ എന്നാണ് വിശ്വാസികളുടെ പക്ഷത്തു നിന്നാണ് ഞാൻ സംസാരിക്കുന്നത്. ഇപ്പം മാധു സജി ആണെങ്കിലും ശ്രീ രാഹുൽ ഈശ്വർ ആണെങ്കിലും കുറച്ച് മുമ്പ് സംസാരിക്കുമ്പോൾ അതിൻ്റെ പൊതുവിലൊരു ടോൺ എന്താണെന്ന് വെച്ചാൽ മുൻപ് ഉണ്ടായിട്ടുള്ള വിഷയങ്ങളൊക്കെ അവിടെ നിൽക്കട്ടെ, അത് ശബരിമല യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് അന്ന് പല സംഘർഷങ്ങളുണ്ടായി, സർക്കാരിൻ്റെ ഭാഗത്തുനിന്നൊരു നടപടി ഉണ്ടായി, അന്ന് അറസ്റ്റ് ഉണ്ടായി, കേസ് ഉണ്ടായി, സാമൂഹ്യ പ്രശ്നം ഉണ്ടായൊക്കെ ശരി, അതവിടെ മാറ്റി വെച്ചിട്ട് ഇപ്പോഴത്തെ ഈ പ്രശ്നത്തെ നമുക്ക് ചെയ്തുകൂടെ എന്നുള്ളതാണ്. അങ്ങനെയല്ല ഇത് രണ്ടും സംഘടിപ്പിക്കുന്നത് ഒരേ ആളുകളാകുമ്പോൾ ഞങ്ങളുടെ നാട്ടിലൊക്കെ പറയും അടിച്ചവനെ പിടിച്ചു വിട്ടരുത് പറയും. അതായത് ഇപ്പോൾ ഞാനൊരു ദിവസം സുപ്രഭാതത്തിൽ നിങ്ങളുടെ വീട്ടിൽ കയറി വന്ന് നിങ്ങളെ മൃഗീയമായിട്ട് ആക്രമിക്കുകയും നിങ്ങളെ നിലത്തിട്ട് ഉപദ്രവിക്കുകയും ചെയ്യുകയാണ്. എന്നിട്ടൊരു 10 വർഷം കഴിഞ്ഞാൽ കഴിഞ്ഞതെല്ലാം മറന്നേക്കും, എൻ്റെ വീട്ടിൽ പിറന്നാൾ ഉണ്ടാകും, നിങ്ങൾ വരണം എന്ന് പറഞ്ഞു സംഘടിപ്പിക്കുക എന്നൊക്കെ പറഞ്ഞാൽ അത് സർക്കാർ സ്പോൺസേഡ് എന്ന നിലയ്ക്ക് ആണ്. പോലീസ് ആരുടെ നിയന്ത്രണത്തിലാണ്? പോലീസ് എന്താണ് അവിടെ ചെയ്തത്? പോലീസ് വളരെ പ്രൊആക്റ്റീവ് ആയിട്ട് പമ്പയിൽ നാമജപ ഘോഷയാത്ര നടത്തുകയായിരുന്ന ആളുകളെ മനോജ് എബ്രഹാം IPSന്റെ നേതൃത്വത്തിൽ വേർഡിക്റ്റ് ആണ്. അത് സർക്കാരിനത് ബാധകമാണ്. അവിടേക്ക് ആളുകൾ വരികയാണെങ്കിൽ അതൊരു ക്രമസമാധാന പ്രശ്നമായി മാറുമ്പോഴാണ് പോലീസ് അതിൽ ഇടപെട്ടത്, അല്ലേ? നോക്കൂ, ഇവിടെ തുടർച്ചയായിട്ട് ഉന്നയിക്കപ്പെടുന്ന വാദം നിങ്ങൾ ഉന്നയിക്കുന്നതും നിങ്ങൾ എത്തിക്കുന്നതും അതിലേക്ക് മാത്രമാണ്. എന്നെ പറയാൻ സമ്മതിക്കൂ. ഇവിടെ ഇടതുപക്ഷത്തിന്റെ പ്രതിനിധി സംസാരിക്കുമ്പോഴും പറഞ്ഞത്, നിങ്ങൾ പറയുമ്പോഴും പറയുന്നത് കോൺസ്റ്റിറ്റ്യൂഷണൽ ബെഞ്ചിന്റെ വിധിയാണ്. ആ വിധി നടപ്പാക്കാൻ, അതായത് യുവതീ പ്രവേശനം നടത്താൻ സർക്കാർ ബാധ്യസ്ഥരായിരുന്നു എന്നുള്ളതാണ്. അല്ല, സുപ്രീം കോടതിയുടെ 2018 സെപ്റ്റംബർ 28 വിധി ഒരു ഡിക്ലറേറ്ററി ജഡ്ജ്മെന്റ് ആയിരുന്നു. എന്തായിരുന്നു ജഡ്ജ്മെന്റ്? ഹിന്ദു പ്ലേസസ് ഓഫ് പബ്ലിക് വർഷിപ്പ് ആക്ടിലെ റൂൾ 3B അസാധുവാണ്. ഹിന്ദു പ്ലേസ് ഓഫ് പബ്ലിക് വർഷിപ്പ് ആക്ടിലെ റൂൾ 3യിൽ ക്ഷേത്രപ്രവേശനത്തിലുള്ള നിരവധി മാനദണ്ഡങ്ങൾ പറയുന്നുണ്ട്. റൂൾ 3A അഹിന്ദു, അവർക്ക് പ്രവേശനമില്ല. റൂൾ 3B എന്തെങ്കിലും തരത്തിൽ ഡ്രഗ്സോ ഇൻടോക്സിക്കേറ്റഡ് ആയിട്ടുള്ള സാധനങ്ങളോ ഉപയോഗിച്ചിട്ടുള്ള ആളുകൾ, കുലവാലായ്മകളുള്ള ആളുകൾ. അതിൽ റൂൾ 3Bയിൽ ഉണ്ടായിരുന്ന ഒരു പ്രൊവിഷനാണ് വിമൺ അറ്റ് സച്ച് ടൈംസ് ഹൂ ബൈ കസ്റ്റം ഓർ യൂസേജ് ആർ പ്രിവെന്റഡ് ഫ്രം എൻട്രിങ് ദ ടെമ്പിൾ. അതായത് ആചാരപരമായോ സമ്പ്രദായപരമായോ ക്ഷേത്രത്തിൽ കയറാൻ വിലക്കുള്ള സമയങ്ങളിലെ സ്ത്രീകൾ. ഈ പ്രൊവിഷൻസ് കോടതി എടുത്തു കളഞ്ഞു, റൂൾ 3B എടുത്തു കളഞ്ഞു. അതോടുകൂടി സ്ത്രീകൾക്ക് ശബരിമലയിൽ കയറണമെങ്കിൽ ആചാരത്തിൻ്റെയോ സമ്പ്രദായത്തിൻ്റെയോ വിലക്ക് അവിടെ ബാധകമല്ലാതായി. അതല്ലാതെ ഒരു യുവതിയെ ഈ തീർത്ഥാടന കാലത്ത് ശബരിമലയിലെ സന്നിധാനത്ത് കൊണ്ടുപോയിട്ട് ഈ വിധി നടപ്പാക്കണമെന്നൊരു ഡയറക്ഷൻ അവിടെ ഇല്ല. ഞാൻ പറയട്ടെ, ഇത് വളരെ എന്താണ്, വളരെ കൗശല ബുദ്ധിയോടുകൂടി കൊണ്ടുവന്ന ഒരു ആർഗ്യുമെന്റ് ആണ്. സർക്കാർ അവിടെ യുവതീ പ്രവേശനം നടത്താൻ ശ്രമിച്ചു എന്നാണ് അങ്ങ് പറഞ്ഞു വെക്കുന്നത്. അതിനെ ഞങ്ങൾ ചെറുത്തുവെന്നും, സർക്കാർ അവിടെ യുവതീ പ്രവേശനം നടത്താൻ, ശരി കോടതിയുടെ വിധി വന്നല്ലേ, വരൂ, നിങ്ങൾ ഇഷ്ടമുള്ളവരൊക്കെ വരൂ, സർക്കാർ പിന്തുണ നൽകാം എന്ന നിലയ്ക്ക് അതിനെ ആവിഷ്കരിച്ചിട്ടില്ല. അങ്ങ് നേരത്തെ സംഘടിപ്പിച്ചു എന്ന വാക്ക് പ്രയോഗിച്ചതും വളരെ ലക്ഷ്യബോധത്തോടു കൂടിയാണ് അഡ്വക്കേറ്റ് ശങ്കുടിദാസ്. അങ്ങനെ സംഘടിപ്പിക്കാൻ വേണ്ടി സർക്കാർ അനൗൺസ് ചെയ്ത് വരൂ, നിങ്ങൾ എല്ലാവരും വരൂ, ഞങ്ങൾ കൊണ്ടുപോകാം, ഇനിയിപ്പോൾ കോടതിയുടെ ഉത്തരവുണ്ടല്ലോ, ഞങ്ങൾക്ക് ഒരു പ്രശ്നമില്ല, വരൂ, ഇത് ഞങ്ങളുടെ രാഷ്ട്രീയമാണെന്ന നിലയ്ക്ക് ഒരു പ്രൊക്ലമേഷനോട് നടത്തിയിട്ടില്ല. ആ നിലയ്ക്കാണ് സംസാരിക്കുന്നത്. ചോദ്യം അവസാനിച്ചോ? ഞാൻ 2 മിനിറ്റ് എടുത്ത് അതിന് മറുപടി പറഞ്ഞോട്ടെ. അതായത് വളരെ കൃത്യമായിട്ടുള്ളൊരു ഡയറക്ഷൻ സർക്കാരിനുള്ളൊരു വിധി ഉണ്ടായിരുന്നു. അത് സഭാതർക്കവുമായി ബന്ധപ്പെട്ട് പിറവം പള്ളിയുമായി ബന്ധപ്പെട്ട കേസിൽ ആ ഇന്ന ആരാധനാലയം ഇന്ന വിഭാഗത്തിന് വിട്ടുകൊടുക്കാൻ ഇത്രാം തീയതിക്കുള്ളിൽ നടപടി സ്വീകരിച്ചിരിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഡയറക്ടറി ആയിട്ടുള്ളൊരു ജഡ്ജ്മെൻറ്റ് പിറവം കേസിലുണ്ടായിരുന്നു. ആ കേസിൽ സർക്കാർ വിധി പാലിച്ചില്ലെന്ന് മാത്രമല്ല 2 കൂട്ടരെയും വിളിച്ചിരുത്തി സമവായത്തിന് ശ്രമിച്ചു. ആ കാര്യത്തിൽ സർക്കാരിനെതിരെ കോടതിയലക്ഷ്യത്തിന് നടപടി ഉണ്ടായി. കോടതിയലക്ഷ്യത്തിന് നടപടി ഉണ്ടായപ്പോൾ സർക്കാർ പറഞ്ഞു ഞങ്ങൾ സമവായത്തിന് ശ്രമിക്കുകയാണ്. ശബരിമലയിലെ ഹിന്ദു സംഘടനകൾ പറഞ്ഞ എന്താണ്? ഞാൻ പറയട്ടെ, ശബരിമലയിലെ ഹിന്ദു സംഘടന പറഞ്ഞ എന്താണ്? ഈ വിധി അടിയന്തരമായി നടപ്പാക്കരുത്, ഈ വിധി അടിയന്തരമായി നടപ്പാക്കിയിട്ട് തീർത്ഥാടന കാലത്ത് സംഘർഷത്തിന് ശ്രമിക്കരുത്, ഇവിടെ ഒരു സമവായത്തിനുള്ള ശ്രമം വേണം, എല്ലാ വിഭാഗങ്ങളെയും കൂട്ടിയിരുത്തി ആലോചിച്ചിട്ട് ആലോചനയുടെ അടിസ്ഥാനത്തിൽ വേണം നടപടിയെടുക്കാൻ. അവിടെ സമവായത്തിന് പോലും സർക്കാർ തയ്യാറായിരുന്നില്ല. അവിടെ സർക്കാർ സംഘർഷത്തിന്റെ മാധ്യമം ഉപയോഗിച്ചു. ഇനി ഒരു കാര്യം കൂടി ഞാൻ പറയട്ടെ, ഈ ബിന്ദു അമ്മണിയും കനകദുർഗയും ക്ഷേത്രപ്രവേശനം നടത്തിയല്ലോ. എങ്ങനെയാണ് ഇവർ ക്ഷേത്രപ്രവേശനം നടത്തിയത്? നിങ്ങൾക്ക് ഓർമ്മയുണ്ടെങ്കിൽ ജനുവരി 1-ാം തീയതി വനിതാ മതിൽ സംഘടിപ്പിച്ച് ജനുവരി 2-ാം തീയതി രാത്രി ഇവരെ പുരുഷവേഷം ധരിപ്പിച്ച് മുടി വെളുപ്പിച്ച് വൃദ്ധകളാണെന്ന് വരുത്തിച്ച് ഇവരെ രാത്രി പോലീസാണ് കയറ്റിക്കൊണ്ടുപോയത്. ഇതിന്റെ വീഡിയോ ഷൂട്ട് ചെയ്തത് പോലീസാണ്. ആ വീഡിയോയിൽ ശ്രീ എന്താണ് മേക്കപ്പ് ചെയ്യിച്ചു എന്നൊക്കെ പറഞ്ഞ ആരാണ് അവരെ പ്രവേശിപ്പിച്ചത്? ആ വീഡിയോയിൽ ബിന്ദു അമ്മണി വളരെ കൃത്യമായി പറയുന്നുണ്ട്, ഞങ്ങളുടെ വീഡിയോ എടുക്കണം, കാരണം പുറത്തിറങ്ങി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഇത് പുറത്ത് കാണിക്കാനുള്ളത് തെളിവാണ്. അപ്പൊ ഈ വീഡിയോ എടുക്കുന്ന പോലീസുകാരൻ പറയുന്നു അതൊക്കെ കിട്ടിയിട്ടുണ്ട്, നിങ്ങൾ വേഗം പുറത്ത് കിടക്കാൻ ശ്രമിക്കൂ, ഇങ്ങനെ പറയുന്നുണ്ട്. ഞാൻ വരാം. ശരി, പറയൂ, പെട്ടെന്ന് പറയും. മധു, എന്റെ പൊസിഷൻ, ഹിന്ദു സംഘടനയുടെ പൊസിഷൻ വേറെയാണ്. ഹിന്ദുത്വ സംഘടനകളാണ് ഇങ്ങനെ സംഭവം അടക്കമുള്ള കാര്യങ്ങൾ നോക്കുന്നത്. NSS ആകട്ടെ, NSS സ്ട്രോങ് ആയിട്ട് ഇതിനെതിരെ ഫൈറ്റ് ചെയ്തതാണ്. ഇതിൽ എന്ത് സമവായമാണ്? ശബരിമല യുവതികളെ കയറ്റാൻ പറ്റില്ല,
അത് ഞങ്ങളുടെ വിശ്വാസത്തിനെതിരാണ്, അല്ലെങ്കിൽ അയ്യപ്പന്റെ നൈഷ്ഠിക ബ്രഹ്മചര്യ പ്രതിഷ്ഠാ സങ്കല്പത്തിനെതിരാണ്. ഇപ്പൊ ശങ്കുട്ടി ദാസ് അന്ന് മുതലേ ശക്തമായി ഫൈറ്റ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്, അല്ലെങ്കിൽ സുരേഷ് ഗോപി ചേട്ടൻ ഫൈറ്റ് ചെയ്യുന്ന വ്യക്തിയാണ്, കുമ്മനം ചേട്ടൻ ഫൈറ്റ് ചെയ്യുന്ന വ്യക്തിയാണ്. പക്ഷേ RSSൽ തന്നെ മറ്റൊരു ധാരയുണ്ടായിരുന്നു. നമ്മുടെ ഗോപാലൻകുട്ടി മാസ്റ്റർക്കടക്കം ശബരിമലയിൽ യുവതികൾ കയറിയാൽ കുഴപ്പമില്ല എന്നുള്ള നിലപാടായിരുന്നു. RSSലെ ഒരു സ്ട്രാൻഡ് ഉണ്ടായിരുന്നു, ഈ യുവതികളെ വേണമെങ്കിൽ കയറ്റാം. പക്ഷേ പൂജനീയ സർസംഘാലക് മോഹൻ ഭഗവത്ജി അടക്കം അവിടെ നിലപാട് മാറ്റി. മോദിജി ANAയിൽ ഇന്റർവ്യൂ വന്നു, അതിന്റെ നിലപാട് പോസിറ്റീവായി വന്നു. അതൊക്കെ കൊണ്ടാ മാറിയത്. ഇതിന്റെ സത്യം എന്ന് പറഞ്ഞാൽ ഹിന്ദു സംഘടനകൾക്ക് ഒറ്റ നിലപാടേ ഉള്ളൂ, അയ്യപ്പ സംഘടനകൾക്ക് കലികാലം തീർന്നാലൂടെ യുവതികൾ കയറില്ല. NSS അടക്കം സ്ട്രോങ് സ്റ്റാൻഡ് അല്ലേ? സർക്കാർ നമ്മളെ വിളിച്ചാലും ഇല്ലെങ്കിലും നടപ്പാക്കിയാലും ഇല്ലെങ്കിലും ശബരിമല യുവതികൾ കയറില്ല. എനിക്ക് സന്തോഷം. ഇന്ന് കേരള ഗവൺമെന്റ് നിലപാടിലേക്ക് വന്നു, CPM ആ നിലപാടിലേക്ക് വന്നു. ഇന്ന് ഞങ്ങളാരും നിൽക്കണ്ട. ഞങ്ങളെക്കാൾ മുമ്പേ ഡോക്ടർ PK ഗോപൻജി സഖാവ് അവിടെ പോയി ശബരിമല യുവതികളെ തടയുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ആ രീതിയിലേക്ക് സർക്കാർ വരുമ്പോൾ അതൊരു പോസിറ്റീവ് ഡെവലപ്മെന്റ് അല്ലേ? ഇന്ന് കേരള പോലീസ് തന്നെ ബിന്ദു അമ്മണിയെയും കനകദുർഗയും രേന ഫാത്തിമയും തടയാൻ നിൽക്കുമ്പോൾ അതൊരു പോസിറ്റീവ് ഡെവലപ്മെന്റ് അല്ലേ? NSS അടക്കം ഈ കാര്യം കാണുന്നുണ്ട്. പ്രാക്ടിക്കലി അല്ലേ കാര്യങ്ങൾ ചെയ്യാൻ കഴിയൂ. പ്രായോഗികമായിട്ട് അടിസ്ഥാനമാകുന്നതിനൊക്കെ ആധാരമാകുന്നതും ഒരു കോടതി വിധിയാണ് എന്നുള്ള കാര്യം മറന്നുകൊണ്ട്, അല്ലെങ്കിൽ അത് മനഃപൂർവ്വം മറച്ചു വെച്ചുകൊണ്ട് തെറ്റായ കോടതി വിധി എന്ന് പറയുന്ന ഒന്ന് ഭരണഘടന പറഞ്ഞിട്ടുണ്ടോ? കോടതി അതിപ്പം ഇംപ്ലിമെന്റ് ചെയ്യാതെ തിരിച്ചെടുത്ത ഇനി ഒരു കാര്യം കൂടെ അത് പിന്നീട് സംഭവിക്കുന്നതാണ്. അത് പിന്നീട് സംഭവിച്ചതാണ്. കോടതിയിൽ നിന്നൊരു ഓർഡർ വന്നിട്ടുണ്ടെങ്കിൽ അത് ലോ ഓഫ് ദ ലാൻഡ് ആണ്. തെറ്റായ കോടതി വിധി എന്ന് എവിടെയെങ്കിലും അതിന് എന്തെങ്കിലും തരത്തിലുള്ള വിശകലനമോ എന്തെങ്കിലും ന്യായീകരണമോ എനിക്കറിയില്ല. അല്ലല്ല മധു, ജഡ്ജി നരിമാൻ മറ്റൊരു കേസിൽ വിളിച്ച് ഈ വിധി ഇംപ്ലിമെന്റ് ചെയ്യണമെന്ന് പറഞ്ഞു. പക്ഷേ സുപ്രീം കോടതി ജഡ്ജിമാർക്ക് മേളിലാണ് ശബരിമല അയ്യപ്പൻ. അതുകൊണ്ട് കലികാലം തീരുന്നവരെ നടക്കില്ല. അങ്ങനെ ആരും വെള്ളം വെക്കണ്ട. ശരി, ആ കാലണ്ടർ ഒന്ന് കാണിച്ചാൽ മതി. പറയും തെറ്റായ വിധികളുണ്ട്, അതുകൊണ്ടാണല്ലോ ക്യൂറേറ്റീവ് പെറ്റീഷൻസ് പോലത്തെ അവസരങ്ങൾ നിയമത്തിലുള്ളത്. തെറ്റ് തിരുത്താൻ വേണ്ടിയിട്ടുള്ള ക്യൂറേറ്റീവ് പെറ്റീഷൻ. എന്തായാലും ഇപ്പൊ നോക്കൂ, ബിന്ദു അമ്മണിയും കനകദുർഗയും അവിടെ പോകണമെന്ന് പറയുമ്പോൾ സർക്കാർ അനുവദിക്കുന്നില്ലല്ലോ. അന്ന് അവിടെ അനുവദിച്ചത് അപ്പോൾ സർക്കാരിന് ആ കാര്യത്തിൽ താല്പര്യം ഉണ്ടായിരുന്നു. പിണറായി വിജയനാണ് പുത്തരിക്കണ്ട മൈതാനത്ത് മൈക്ക് കെട്ടി പ്രസംഗിച്ചത്. ആചാരങ്ങളെ പരിഷ്കരിച്ചിട്ടാണ് സമൂഹം ഇവിടെ എത്തിയത്, ഒരു സമൂഹം ആചാരത്തിൽ നിലനിന്നിട്ടില്ല എന്ന് പറഞ്ഞത്. അപ്പോൾ അത് സർക്കാർ ഒരു ദുരഭിമാന പ്രശ്നമായിട്ടാണ് ഏറ്റെടുത്തിരുന്നു. ഒരു യുവതിയെങ്കിലും പ്രവേശിപ്പിക്കുക എന്നുള്ളൊരു നയമായി സ്വീകരിച്ചിരുന്നു. അതിന്റെ പേരിൽ ഇത് BJPയുടെ വളരെ പ്രഖ്യാപിതമായ നയമാണ്. അതുകൊണ്ട് ഹിന്ദുത്വ സംഘടനകളും ഹിന്ദു സംഘടനകളും രണ്ടാണെന്നൊന്നും ദയവായി പറയരുത്. ഇത് ശബരിമല വിശ്വാസികളായിട്ടുള്ള മുഴുവൻ ആളുകളുടെയും പക്ഷമാണ്. യോഗക്ഷേമ സഭയുടെ നിലപാട് എന്താണ്? ഈ പറയുന്ന അയ്യപ്പ സംഘവുമായി ബന്ധപ്പെട്ട് യോഗക്ഷേമ സഭയുടെ നിലപാട് എന്താ? NSSന്റെ നിലപാട് എന്താണ്? ഇപ്പൊ NSS കഴിഞ്ഞ ദിവസം സംഗീത് കുമാർ പറഞ്ഞു, ഞങ്ങൾ പൂർണ്ണമായിട്ട് പിന്തുണയ്ക്കുന്നു. അദ്ദേഹം NSSന്റെ പ്രതിനിധിയായിട്ടല്ല, അദ്ദേഹം അയ്യപ്പ സേവാ സമാജത്തിന്റെ പ്രതിനിധിയായിട്ടാണ് പറഞ്ഞതെന്ന് പിന്നീട് ക്ലാരിഫിക്കേഷൻ വന്നു. ഇന്ന് NSS തിരുത്തിയിട്ടുള്ള പുതിയ നിലപാട് പറഞ്ഞു. ആ നിലപാടിൽ കണ്ടീഷണലായിട്ടുള്ള പിന്തുണയാണ് പറയുന്നത്, അല്ലാണ്ട് നിരുപാധികമായിട്ടുള്ള പിന്തുണയല്ല. നിങ്ങൾ NSSന്റെ ഇന്നത്തെ ജനറൽ സെക്രട്ടറി ഞാനത് വായിച്ചു, അത് വായിക്കുകയും ചെയ്ത ആ സർക്കുലറൊക്കെ തന്നെയാണല്ലോ ചർച്ചയുടെ ഒക്കെ ആധാരവും. അടുക്കൽ അനിൽ ബോസ്, പക്ഷേ ഇത് നോക്കൂ, ഇപ്പോൾ പല സംഘടനകൾ, യോഗക്ഷേമ അടക്കമുള്ള സംഘടനകൾ NSS തന്നെ പറഞ്ഞിരിക്കുന്ന വളരെ ഭാഗികമായ, അതായത് ആചാരലംഘനം ഉണ്ടാകരുത്, വിശ്വാസികളായിരിക്കണം സമിതിയിൽ ഉണ്ടാവുക തുടങ്ങിയ കണ്ടീഷൻസ് അതിൽ വെച്ചിട്ടുണ്ട്. ഇതൊക്കെ പാലിച്ചു തന്നെ മുന്നോട്ട് പോകാം എന്നുള്ളതല്ലേ സർക്കാർ പറയുന്നത്? ഇതൊന്നും പാലിക്കാതെ അല്ലെങ്കിൽ ആചാരലംഘനം നടത്തിയിട്ടോ യുവതീ പ്രവേശനത്തിന് വഴിയൊരുക്കാനുള്ള ആശയപരമായ അടിത്തറ ഉണ്ടാക്കാനോ സാമ്പത്തികമായിട്ടുള്ള ലാഭം ഉണ്ടാക്കാനോ ഈ വക കാര്യങ്ങളൊന്നുമല്ലല്ലോ പറയുന്നത്. എന്തെങ്കിലും തരത്തിൽ ഇപ്പോൾ സർക്കാരിന്റെ ഭാഗത്തു നിന്നോ സർക്കാരിനെ പ്രതിനിധീകരിക്കുന്ന സർക്കാരിനെ നയിക്കുന്ന രാഷ്ട്രീയ പാർട്ടി നേതാക്കളുടെ ഭാഗത്തു നിന്നോ എന്തെങ്കിലും രാഷ്ട്രീയ ലക്ഷ്യമുള്ളൊരു പരാമർശം ഇന്നീ നിമിഷം വരെ ഉണ്ടായിട്ടുണ്ടോ? സ്റ്റാലിനെ ക്ഷണിച്ചത് അങ്ങനത്തെ ഒരു നീക്കമായിരുന്നു. ക്ഷണിക്കുന്നത് എങ്ങനെയാണ്? രാഷ്ട്രീയ ലക്ഷ്യമല്ലാതെ മറ്റെന്താണ് ഉണ്ടായിട്ടുള്ളത്? പറയൂ. അല്ല, ഞാനൊന്ന് പറയട്ടെ മാധു. എന്നോട് ചോദിക്കേണ്ട സമയത്ത് രാഹുൽ ഈശ്വർ കടന്നു കയറി സംസാരിച്ചു. ഞാനൊരു അസ്വസ്ഥതയും കാണിക്കാതെ ഇവിടെ ഇരിക്കുകയാണ്. ഇതിൽ കൃത്യമായ രാഷ്ട്രീയമുണ്ട് എന്ന് പറയുന്നതിൻ്റെ കാരണം ഞാൻ പറയാം. 2017-18 സമയത്ത് നടന്നിട്ടുള്ള സംഘർഷങ്ങൾ 2019 പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിന് മുമ്പാണ് പ്രമാദമായ വിശ്വാസ സംരക്ഷണവുമായി ബന്ധപ്പെട്ടുള്ള പോരാട്ടം നടക്കുന്നത്. ഇപ്പോൾ പറഞ്ഞു, മാധു വളരെ സ്റ്റിക്ക് ഓൺ ചെയ്ത് സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത് ഞാൻ കേട്ടു. കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ ഗവൺമെൻറ്റിന് അത് ചെയ്യാതിരിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് എന്നുള്ളൊരു വ്യാഖ്യാനം കൊടുക്കാൻ ശ്രമിച്ചു. ഞാൻ ചോദിക്കട്ടെ, ഗവൺമെൻറ് കോടതി വിധി നടപ്പിലാക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് അന്ന് ഇടപെട്ടതെങ്കിൽ തുടർന്ന് എന്താ സ്ത്രീകളെ കയറ്റാത്തത്? കോടതി വിധി ആരും പിൻവലിച്ചിട്ടില്ലല്ലോ, കോടതി വിധിക്ക് സ്റ്റേ ഇല്ലല്ലോ. ഉണ്ടോ? സ്ത്രീകളെ എന്താ കയറ്റാത്തത് കേരള ഗവൺമെൻറ്? എന്തിനാ ഇവരുടെ നവോത്ഥാന സമിതി? ഇവരുണ്ടാക്കിയ നവോത്ഥാന സമിതി എങ്ങോട്ട് പോയി? നവോത്ഥാന സമിതിയുടെ പേരും പറഞ്ഞ് നടന്ന ഒരാൾക്ക് പട്ടുമ്പളയും കൊടുത്തു, മറ്റൊരാൾക്ക് ഒരു ബോർഡ് ചെയർമാനും കൊടുത്തു എന്നുള്ളതല്ലാതെ വേറെ എന്താ നേട്ടം ഉണ്ടായത്? ഇതൊരു പൊളിറ്റിക്കൽ ഡിവിഷൻ തന്നെയാണ് അവിടെ നടത്തിയത്. പൊളിറ്റിക്കൽ അറ്റാക്കാണ് ശബരിമലയുമായി ബന്ധപ്പെട്ട് നടത്തിയത്. വിശ്വാസ സംരക്ഷണവുമായി ബന്ധപ്പെട്ടുള്ള വിഷയത്തിൽ നാമജപ ഘോഷയാത്രയിലാണെങ്കിലും വിശ്വാസമൂഹം പങ്കെടുത്ത കാര്യങ്ങളിലാണെങ്കിലും ഒക്കെ ഗവൺമെൻറ് വളരെ കൃത്യമായി ഒരു പോളറൈസേഷന് വേണ്ടി തന്നെയാണ് അന്ന് ശ്രമിച്ചതെങ്കിൽ അത് പരാജയപ്പെട്ടു, തിരിച്ചടി ഉണ്ടായി.
തെരഞ്ഞെടുപ്പിൽ അതിൻ്റെ ഫലം വലിയ തിരിച്ചടികൾക്ക് ഇട നൽകിയത് കൊണ്ട് പിന്നെ മാപ്പ് പറയാൻ വീട് വീടാന്തരം കയറി ഇറങ്ങി ഈ ഗോപന്റെ പാർട്ടി ഇല്ലേ? വിശ്വസിക്കാൻ പറ്റുമോ? ഞങ്ങൾക്ക് തെറ്റുപറ്റി എന്ന് പറഞ്ഞ് നടന്നില്ലേ? ഒരു സെക്കൻഡ്, ഇത് ശരിയല്ല മാധു, ഇത് ശരിയല്ല. ഞാനൊന്ന് കംപ്ലീറ്റ് ചെയ്യാൻ എനിക്ക് സമയം അല്ല, ചോദിക്കാൻ പറ്റുമെന്ന് ഞാൻ പറഞ്ഞു തരട്ടെ. എന്റെ പോയിന്റ് ഒന്ന് പറഞ്ഞോട്ടെ. ഉണ്ടല്ലോ, ഞാനത് പറയാന്നേ. എനിക്ക് അതിനേക്കാൾ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇവിടെ പറയാനുണ്ടെന്നേ. ഞാൻ അതിലേക്ക് വരാം. അതിൽ വളരെ കൃത്യമായ എനിക്ക് ആക്ഷേപങ്ങളുണ്ട്, ഇല്ല എന്നല്ല ഞാൻ പറഞ്ഞത്. നവോത്ഥാന സമിതിയുടെ രൂപീകരണം, അതിൻ്റെ അനുബന്ധ പ്രവർത്തനങ്ങളും ബോധപൂർവ്വം നടത്തിയിട്ടുള്ള പിന്നെ രാഷ്ട്രീയ ഇടപെടലുകളുമാണ് അന്ന് ഈ പോരാട്ടത്തിന് ഗവൺമെൻറ്റാണ് നേതൃത്വം നൽകിയത്. വിശ്വാസികൾക്കെതിരായ നിലപാടെടുത്ത ഗവൺമെൻറ്റാണ്. ആ ഗവൺമെൻറ്റിന് നേതൃത്വം നൽകുന്ന പാർട്ടിക്ക് തെറ്റുപറ്റിയത് കൊണ്ടാണ് വീട് വീടാന്തരം കയറി മാപ്പ് പറയാൻ പോയത്. ഇപ്പോഴും കോടതി വിധി ഉണ്ടായിട്ട് എന്താ സ്ത്രീകളെ കയറ്റാത്തതെന്നാണ് ഞാൻ ചോദിച്ചത്. ഇവർ വിപ്ലവകാരികളാണെങ്കിൽ കോടതി വിധി അംഗീകരിക്കുമെങ്കിൽ. ഞാൻ വേറൊരു കോടതി വിധി ഇപ്പം ഞാൻ മാധുവിന് അയച്ചല്ലോ, മാധുവിൻ്റെ ഫോണിലുണ്ട്. മാധു ഒന്ന് എടുത്തു നോക്കണം. 1 വർഷം പൂർത്തിയാകാണ് കേരള ഹൈക്കോടതിയുടെ ഒരു ഉത്തരവ് വന്നിട്ട്. കഴിഞ്ഞ സെപ്റ്റംബർ 3-നാണ് 2024 സെപ്റ്റംബർ 3-ന് വന്ന ഒരു ഉത്തരവാണ്. ദേശീയപാത വികസനവുമായി ബന്ധപ്പെട്ട് ദേവസ്വം ബോർഡിൻ്റെ ഭൂമി ദേശീയ പിന്നെ പാതാ വികസന അതോറിറ്റി ഏറ്റെടുക്കുകയുണ്ടായി. അതിന് കോമ്പൻസേഷൻ കൊടുത്തിരുന്നു. ദേവസ്വം ബോർഡിൻ്റെ ഭൂമി മനസ്സിലായില്ലേ? ദേവസ്വം ബോർഡിലെ കെട്ടിടങ്ങൾ പൊളിച്ചെടുത്ത ഒഴിവാക്കിയ അതിൻ്റെ നഷ്ടപരിഹാരം അത് സർക്കാർ കൊടുത്തു. എന്നാൽ 10 ഏക്കറോളം ഭൂമി 130 കോടി രൂപ, മനസ്സിലായില്ലേ? ഈ ദേശീയപാത വികസനവുമായി ബന്ധപ്പെട്ട് ദേവസ്വം ബോർഡിനെ അങ്ങ് ഉദ്ധരിക്കാൻ നടക്കുകയാണല്ലോ ഗവൺമെൻറ്. അയ്യപ്പ ഭക്തന്മാരെ അങ്ങ് സഹായിക്കാൻ നടക്കുകയാണല്ലോ ഗവൺമെൻറ്. അപ്പോൾ അയ്യപ്പ ഭക്തന്മാർക്ക് അവകാശപ്പെട്ട അവരുടെ ദൈനംദിന കാര്യങ്ങൾ ചെയ്യേണ്ട, വികസന കാര്യങ്ങൾക്ക് പണം മുടക്കേണ്ട 130 കോടി രൂപ സർക്കാരിൻ്റെ ധനകാര്യ വകുപ്പിൻ്റെ അക്കൗണ്ടിൽ ഇട്ടിട്ട് പുട്ടടിച്ചിട്ട് നിൽക്കുന്ന ആളുകളാണ് ഇപ്പോൾ ഈ ആഗോള സംഘമായിട്ട് ഇറങ്ങിയിരിക്കുന്നത്. അതുകൊണ്ട് ഞങ്ങൾ വിമർശിക്കും. ഇപ്പോൾ ദേവസ്വത്തിൻ്റെ അക്കൗണ്ട്സ് സെക്ഷൻ കൈകാര്യം ചെയ്യുന്ന ഓഫീസറുടെ ഉത്തരവുണ്ട്. എന്താണെന്നറിയാമോ? ആയിരക്കണക്കിനാകുന്ന ദേവസ്വം ബോർഡിന്റെ കീഴിൽ വരുന്ന മുഴുവൻ ക്ഷേത്രങ്ങളുടെയും കാണിക്ക വഞ്ചി ഇമ്മീഡിയറ്റ് ആയിട്ട് പൊട്ടിച്ച് ആ പണം അടിയന്തരമായി ദേവസ്വം ബോർഡിൽ എത്തിക്കണം. എന്തിനാ? ഓണത്തിന് അഡ്വാൻസ് കൊടുക്കാൻ പണമില്ലാന്ന്, ജീവനക്കാർക്ക് കൊടുക്കാൻ പണമില്ലാന്ന്. ഇവിടെ വലിയ മഹത്വം പറഞ്ഞല്ലോ. കേരള ഗവൺമെന്റ് കൊടുക്കുന്നുണ്ടോ? ഓണത്തിന് അഡ്വാൻസ് കൊടുക്കാനുള്ള പണം കൊടുക്കുന്നുണ്ടോ? ഇപ്പോൾ കൊടുക്കുന്നുണ്ടോ? കേരളത്തിലെ 1200-ലധികം വരുന്ന ക്ഷേത്രങ്ങളിലെ കാണിക്ക പൊട്ടിക്കുന്ന കാശ് ഇമ്മീഡിയറ്റ് ആയിട്ട് എത്തിക്കണമെന്ന് ദേവസ്വം ബോർഡിന്റെ അക്കൗണ്ട്സ് ഓഫീസർ സർക്കുലർ ഇറക്കിയിട്ട് നിൽക്കുന്ന സമയത്താണ് ഈ ചർച്ച നടക്കുന്നത്. ദേശീയപാത വികസനവുമായി ബന്ധപ്പെട്ട് ദേവസ്വം ബോർഡ് ഭൂമി വിട്ടുകൊടുത്തപ്പോൾ കിട്ടേണ്ട 130 കോടി രൂപ സർക്കാർ എടുത്ത് പുട്ടടിച്ചിരിക്കുകയാണ്. ദേവസ്വം ബോർഡിന് കൊടുത്തിട്ടില്ല. കോടതി ഉത്തരവുണ്ടെന്ന്. ആ കോടതി ഉത്തരവ് വന്നിട്ട് 1 വർഷമാകാണ്. ഈ സെപ്റ്റംബർ 3 കൊടുത്തോ ഗോപൻ? പറയട്ടെ, CPM പ്രതിനിധി പറയട്ടെ. അതുപോലെ തന്നെ ഭക്തജനങ്ങളെ സഹായിക്കാനാണെങ്കിൽ ഞാൻ തുടക്കത്തിൽ ചോദിച്ചു, ശബരിമലയുടെ വികസനവുമായി ബന്ധപ്പെട്ട് ഏറ്റവും പ്രധാനപ്പെട്ട ആണ് ഈ സാനിറ്റേഷൻ എന്ന് പറയുന്നത്. അതിന് സർക്കാർ വിഹിതം കൊടുത്തോ? വേണ്ട. ഞാൻ ചോദിക്കുന്നു, 1-ാം പിണറായി ഗവൺമെന്റിൽ മന്ത്രിയായിരുന്നല്ലോ കടകംപള്ളി സുരേന്ദ്രൻ. 82 ലക്ഷം രൂപ ദേവസ്വം ഭൂമികൾ സർക്കാർ ഉപയോഗിക്കുന്നതിന്റെ ഭാഗമായി കൊടുക്കണമായിരുന്നു ദേവസ്വം ബോർഡിന്. അത് 10 കോടിയാക്കി LDF ഗവൺമെന്റ് വർദ്ധിപ്പിച്ചു. ഞാൻ ഈ ചർച്ചയിൽ പറയാ, വർദ്ധിപ്പിച്ചു. കൊടുത്തോ? 100 രൂപ കൊടുത്തോ? ഈ ഗവൺമെന്റ് കൊടുത്തോ ദേവസ്വം ബോർഡിന്? അപ്പൊ ദേവസ്വം ബോർഡിന് കൊടുക്കുമെന്ന് പറഞ്ഞ 10 കോടി കൊടുത്തില്ല. സാനിറ്റേഷൻ സൗകര്യങ്ങൾ കൊടുക്കുമെന്ന് പറഞ്ഞ 2.25 കോടി കൊടുത്തില്ല. ദേവസ്വം ഭൂമി ദേശീയപാത വികസനത്തിന് കൊടുത്ത 130 കോടി രൂപ എടുത്ത് വകമാറ്റി ചെലവഴിച്ച സർക്കാരാണ്. ഇപ്പൊ ദേവസ്വം ബോർഡിനെയും അയ്യപ്പ ഭക്തന്മാരെയൊക്കെ ഉദ്ധരിക്കാൻ ഇറങ്ങി വരുന്നെങ്കിൽ അത് ഞങ്ങൾ പരിശോധിക്കപ്പെടും. ആളുകൾ ഇവിടെ വരുന്നുണ്ടെങ്കിൽ ഒരു സെക്കൻഡ് 3000 പേര് ഇവിടെ വരുന്നുണ്ടെങ്കിൽ ഒറ്റ സെക്കൻഡ് കൂടെ ഇരിക്കുക. എനിക്കിനി സമയം തരണ്ട, എനിക്ക് ഒറ്റ സെക്കൻഡ് കൊടുത്താ. 3000-ലധികം ആളുകൾ ഭക്തജനങ്ങൾ ഇവിടെ വരുന്നുണ്ടെങ്കിൽ അവർക്കെന്തിനാ സ്റ്റാർ ഫെസിലിറ്റീസ്? അവർക്കെന്തിനാ സ്റ്റാർ സംവിധാനങ്ങൾ? എനിക്ക് മനസ്സിലാകുന്നില്ല. അയ്യപ്പന്റെ മുന്നിൽ എല്ലാവരും ഭക്തന്മാരെല്ലാം ഒരുപോലല്ലേ മാധു? അവിടെ എന്തിനാ ഈ ആഗോള ഭക്തന്മാർ ഇങ്ങോട്ട് എത്തുമ്പോൾ അവർക്കെല്ലാം A-ക്ലാസ് ഫെസിലിറ്റീസ് കൊടുക്കുന്നത്? എന്തിനാണ് കൊടുക്കുന്നത്? ആരാണ് ഇതിന്റെ റെസ്പോൺസിബിലിറ്റി? എവിടുന്നാണ് ഇതിന്റെ പണം? ഇത് ചോദിക്കത്തില്ലേ? കേരളത്തിലെ കൃത്യമായി പാവപ്പെട്ട ക്ഷേമ പെൻഷൻ കൊടുക്കുന്നത് മുടങ്ങുന്ന ഒരു സർക്കാർ, ഉദ്യോഗസ്ഥന്മാർക്ക് ശമ്പളം കൊടുക്കുന്നത് മുടങ്ങുന്ന ഒരു സർക്കാർ, വരുമ്പോൾ ആ കാര്യം ഉന്നയിക്കുകയും ചെയ്യാം. 2 കോടതി വിധികളുടെ കാര്യം പറഞ്ഞത് രണ്ടും ഈ പറയുന്ന വിശ്വാസവുമായി ബന്ധപ്പെട്ട കാര്യമല്ല, സാമ്പത്തികവുമായി ബന്ധപ്പെട്ട കാര്യമാണ്. ഭരണഘടനാ ബെഞ്ചിൽ നിന്ന് ഇത്രയും സുപ്രധാനമായ ഒരു വിധി വരുമ്പോൾ അതുമായി ബന്ധപ്പെട്ട് താരതമ്യം ചെയ്യാൻ കഴിയുമോ എന്നുള്ളത് പോലും എനിക്ക് സംശയമുണ്ട്. രണ്ടാമത്തേത്, ഈ ഭക്തർക്ക് എന്തിനാണ് വിവേചനം എന്നൊരു ചോദ്യം ഉന്നയിക്കുകയുണ്ടായി. അങ്ങനെ വിവേചനത്തിന്റെ അടിസ്ഥാന പാടില്ല എന്നുള്ളതാണല്ലോ, അതിന്റെ അടിസ്ഥാനത്തിലാണല്ലോ കോടതി അങ്ങനെ ഒരു വിധി തന്നെ പറഞ്ഞത് എന്നും ചോദിക്കുകയുണ്ടായി. ആ വിധി തന്നെ അംഗീകരിക്കാത്തപ്പോൾ അതിനുള്ള പരാമർശങ്ങൾ അംഗീകരിക്കുന്ന വിശാല മനസ്കത കാണാതെ പോകാതിരിക്കാനും കഴിയില്ല. ഇടവേള.
ഡോക്ടർ പി കെ ഗോപൻ, ഇതിന്റെ ഈ സാമ്പത്തിക വശത്തെക്കുറിച്ചുള്ള വിമർശനം കാണാതിരിക്കാൻ കഴിയില്ല. ഇപ്പൊ കേരളയുമായി ബന്ധപ്പെട്ട സ്പോൺസർഷിപ്പിലൂടെ ഈ ഫണ്ട് കണ്ടെത്തുക എന്നൊക്കെ പറയുന്നത് പിന്നീട് യാതൊരു തരത്തിലുള്ള വിവരങ്ങളും പുറത്തു വരാത്ത തരത്തിലാണ്. അതിൽ ഭക്തർക്ക് എന്താണ് ഇത്തരത്തിലുള്ള പ്രിവിലേജ്? പണം കൂടുതലുള്ളവർ കൂടിയ ഭക്തർ, കുറവുള്ളവർ കുറഞ്ഞ ഭക്തർ എന്ന നിലയ്ക്കൊക്കെയാണോ പരിഗണിക്കുന്നത്? അപ്പോൾ തുല്യത എവിടെയാണ് ശബരിമലയിൽ എന്നുള്ള ചോദ്യങ്ങളൊക്കെ ഉയരുന്നുണ്ട്. അല്ല, അതിൽ ആ സമ്പത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് വളരെ ആവേശഭരിതരായിട്ട് ശ്രീ അരുൺ ബോസ് ഇവിടെ ദേവസ്വം ബോർഡിൻ്റെ ഫണ്ട് എടുത്തിട്ട് വകമാറ്റി ചെലവഴിച്ചു എന്നൊക്കെ അദ്ദേഹം പറയുന്നു. അദ്ദേഹത്തെ പോലെ ഒരാളങ്ങനെ പറയാമോ? ദേവസ്വം ബോർഡിൻ്റെ ഫണ്ട് ഹൈക്കോടതിയുടെ നിരീക്ഷണത്തിൽ പ്രവർത്തിക്കുന്ന ഫണ്ടല്ലേ? അത് ആർക്കെങ്കിലും എടുത്ത് ഉപയോഗിക്കാൻ പറ്റുമോ? പിന്നെ പുട്ടടി എന്ന വാക്ക് അദ്ദേഹത്തിൻ്റെ പാർട്ടിക്ക് ചേരുന്നത് പോലെ ലോകത്തെ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിക്ക് ചേരുമോ? വയനാടൻ മലകളിൽ മണ്ണടിഞ്ഞു പോയ മനുഷ്യന് വേണ്ടി ഫണ്ട് പിരിച്ച് അത് വിനിയോഗിക്കാത്ത പാർട്ടിയുടെ പേരിലെ കോൺഗ്രസ്. അതുകൊണ്ട് CPM-നെ ഈ പുട്ടടി രാഷ്ട്രീയത്തിൽ പെടുത്തരുത്. ഞങ്ങൾക്ക് ആ ശൈലിയില്ല. ഞങ്ങളുടെ ചെറുപ്പക്കാർ ആക്രി പറക്കി കല്ലുപണിക്ക് പോയി, പിന്നെ മരം ചുമക്കാൻ പോയി 20 കോടി രൂപ ഉണ്ടാക്കി അവിടെ വീട് കൊടുത്തുകൊണ്ടിരിക്കുക. പുട്ടടിച്ച് ശീലം അവർക്കാർക്കും ഇല്ല. ഈ സംസ്ഥാനത്ത് 8 വർഷമായിട്ട് 9 വർഷമായിട്ട് ഭരിക്കുന്നു. ഒരു അഴിമതി കേസ് നിങ്ങൾക്ക് ഉന്നയിച്ച് 10 മാളവരെ ബോധ്യപ്പെടുത്താനോ കോടതിയെ ബോധ്യപ്പെടുത്താനോ കഴിഞ്ഞിട്ടില്ല. ഞങ്ങളുടെ ബലമാണത്. അഴിമതിക്കെതിരായിട്ട് നിൽക്കുക എന്നുള്ളത് ഞങ്ങളുടെ ബലമാണ്. മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെ കോടിക്കണക്കിന് രൂപ തട്ടിപ്പിന്റെ നടപടികൾ വന്നിരിക്കുമ്പോൾ ഇവിടെ ഒന്ന് ദയവായിട്ട് അങ്ങ് ഇടപെടരുത്. അങ്ങ് ഞാൻ അങ്ങയുടെ സംസാരത്തിൽ ഞാൻ ഇടപെട്ടില്ല. പ്രളയത്തിന്റെ പേരിൽ CPM നേതാക്കൾ പുട്ടടിച്ച കടകൾ ഞാൻ എണ്ണണം. അദ്ദേഹത്തിന് വേണമെങ്കിൽ ഇടപെടാമായിരുന്നു. ഡോക്ടർ പി കെ ഗോപൻ ആ സമയത്ത് ഇടപെടാമായിരുന്നു. അദ്ദേഹം ആ മാന്യത വെച്ച് പുലർത്തിയോണ്ട് അങ്ങനെ കോടതി നിലനിൽക്കുന്നത് നിങ്ങൾ ആലോചിക്കും. നിങ്ങൾ നെഞ്ചത്തെ വെച്ചോണ്ട് ആലോചിക്കും. അതുകൊണ്ട് ഞാൻ ഈ കോടതി ഉത്തരവ് മാധുവിന് അയച്ചു കൊടുത്തു ഈ ചർച്ച തുടങ്ങുന്നതിന് മുമ്പ്. ദേശീയപാത വികസനവുമായി ബന്ധപ്പെട്ട് ദേവസ്വം ഭൂമി വിട്ടുകൊടുത്തപ്പോ കിട്ടേണ്ട 130 കോടി രൂപ സർക്കാർ എടുത്തിട്ട് ദേവസ്വം ബോർഡിന് കൊടുത്തിട്ടില്ല. വകമാറ്റി അത് ശരിയല്ല. ഈ ആരോപണം അങ്ങയുടെ ഊഴത്തിൽ അങ്ങയുടെ സമയത്ത് ഉന്നയിച്ചതാണ്. അതിന് അദ്ദേഹം മറുപടി പറയട്ടെ. അങ്ങ് പുട്ടടിച്ചു എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം കേട്ടോണ്ടിരുന്നില്ലേ? കോടതി ഉത്തരവില്ല എന്ന് പറയരുത്. കോടതി ഉത്തരവ് നിങ്ങളുടെ കയ്യിൽ ഞാൻ അയച്ചു. നിങ്ങളുടെ പാർട്ടിയെ കുറിച്ച് ഒരു കാര്യം പറഞ്ഞപ്പോ ഞാൻ കേട്ടോണ്ടിരുന്നില്ലേ? അല്ല, നിങ്ങളുടെ പാർട്ടി ചെയ്തൊരു കാരണം ദേവസ്വം ബോർഡിന്റെ പണം ദേവസ്വം ബോർഡിന് കൊടുക്കാതെ വിമർശിക്കണമല്ലോ. ഞാൻ ഇടപെട്ടില്ല. അല്ലല്ല, അത് വിത്ത് ഓൺ റെക്കോർഡാണ്. ഗോവൻ ഞാൻ സംസാരിക്കുന്നത്. ഇനി അദ്ദേഹം സംസാരിക്കട്ടെ. മറ്റെന്ത് വിമർശനം പറഞ്ഞാലും ഞാൻ ഇടപെടില്ല. അല്ല, അതന്നെ ഞാൻ പറയുന്നത്. മറ്റുള്ളവരുടെ അവസരമാണ്. എനിക്ക് ഇതിന് ശേഷം രാഹുൽ ഈശ്വറിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. അങ്ങ് ഇനി ഇടപെടരുത് പ്ലീസ്. ഡോക്ടർ പി കെ ഗോപൻ, അപ്പൊ അതുകൊണ്ട് ഇങ്ങനെയുള്ള ആക്ഷേപം ഉന്നയിച്ചല്ല ഈ പ്രശ്നത്തെ കാണേണ്ടത്. ഈ പ്രശ്നത്തെ കാണേണ്ടത് ആഗോള അയ്യപ്പ സംഘം വഴി അവിടെ സാമ്പത്തികമായി വിവേചനം ഉണ്ടോ, അവിടുത്തെ സമ്പത്തിൻ്റെ അണനയ പൈസയുടെ കാര്യം നമ്മുടെ നാട്ടിൽ, അത് വിശിഷ്യ കേരള ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ദേവസ്വം ബോർഡ്, അതിൻ്റെ സാമ്പത്തിക ക്രയവിക്രയങ്ങളൊക്കെ ഹൈക്കോടതിയുടെ നിരീക്ഷണത്തിന് വിധേയമാണ്. അങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യത്തിനെ അനുബന്ധിച്ചുകൊണ്ട് അവിടെ ലക്ഷക്കണക്കിന് വിശ്വാസികളിൽ സാമ്പത്തിക ശേഷിയുള്ളവരും സാമ്പത്തിക ശേഷി കുറഞ്ഞവരും ഉണ്ട്. അവരുടെ എല്ലാം സേവനത്തെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ആഗോള അയ്യപ്പ സംഗമം സംഘടിപ്പിച്ച്, എന്ന് പറഞ്ഞാൽ മലയാളികൾ എവിടെ ഉണ്ടോ അതിൽ വിശ്വാസികൾ ആരൊക്കെ ഉണ്ടോ അവർ ശബരിമലയിൽ പോകാറുണ്ട്. അതുപോലെ മറ്റ് സംസ്ഥാനങ്ങളിലെ വിശ്വാസികളോട് വരാറുണ്ട്. മഹാഭൂരിപക്ഷം ജനങ്ങൾ സംഗമിക്കുന്ന ഒരു സ്ഥലത്തെ കേരളത്തിൻ്റെ വികസനത്തിന് വേണ്ടി, ശബരിമല ക്ഷേത്രത്തിൻ്റെ വികസനത്തിന് വേണ്ടി, അതിൽ അംഗങ്ങളായിട്ടുള്ള ദേവസ്വം ബോർഡ് ക്ഷേത്രങ്ങളുടെ വികസനത്തിന് വേണ്ടി എങ്ങനെ ആധുനിക കാലത്ത് ഉപയോഗിക്കാം എന്നുള്ളതാണ് ഗവൺമെന്റിന്റെ കാഴ്ചപ്പാട്. അത് അവിടെ മാത്രം ചെയ്ത കാര്യമല്ല. നമ്മൾ കേരളത്തിലെ വികസന കാര്യത്തിൽ ആഗോളതലത്തിലുള്ള എല്ലാ മഹാപ്രതിഭകളെയും നമ്മൾ സ്വീകരിച്ചിട്ടുണ്ട്. നമ്മുടെ അംബാസഡർമാരായിട്ട് പ്രവർത്തിക്കുന്ന വലിയ വ്യവസായികളെ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കേരളത്തിന്റെ നേട്ടങ്ങൾ എവിടെയെല്ലാം എത്തിക്കാവോ അതെല്ലാം നമ്മൾ ചെയ്യുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് ആഗോള അയ്യപ്പ സംഘം. അതല്ലാതെ ഇവിടെ നേരത്തെ സ്ത്രീകൾക്ക് ശബരിമലയിൽ കയറാനുള്ള പരിപൂർണൻ കമ്മീഷൻ റിപ്പോർട്ട് പ്രകാരം ഞാൻ ഒരു ചോദ്യം കൂടെ ചോദിച്ച് അവസാനിപ്പിക്കാം.
ശ്രീമതി മാധു, അല്ല, സർവാദരണീയനായ please, ജഡ്ജിയുടെ ഒരു ചോദ്യം റിപ്പോർട്ട് ചോദിച്ച് ശ്രീ പി. കെ. അവസാനിപ്പിക്കാം. ഗോപൻ, ശബരിമലയിൽ ഇനി അടക്കം സമയമില്ല, എല്ലാ അതുകൊണ്ടാണ്. അമ്പലങ്ങളിലും Please, രാഷ്ട്രീയ രാഹുൽ ഈശ്വർ, മുക്തമാകണം. ഞാൻ ഒരു അതായത് ചോദ്യം ചോദിച്ച് ശബരിമല എന്റെ അടക്കമുള്ള വാദം അവസാനിപ്പിക്കാം. എന്റെ അവസരമാണ് സാറിന്റെ അവസരം കഴിഞ്ഞു എന്ന് മാധു പറഞ്ഞു, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ശബരിമലയിലടക്കം എല്ലാ അമ്പലങ്ങളിലും രാഷ്ട്രീയ വിമുക്തമായ ഒരു ഭരണ സംവിധാനവും രാഷ്ട്രീയ മുക്തമായ തീരുമാനങ്ങളും വേണം. ജസ്റ്റിസ് പരിപൂർണ്ണ റിപ്പോർട്ടിലും ഉണ്ട്. അത് തന്നെയാണ് NSSന്റെ ആദരണീയനായ സുകുമാർ നായർ സാറിനെ പോലെ വലിയൊരു പോരാളിയായ ജനറൽ സെക്രട്ടറി പറയുന്നത്. പൊതുവേ എല്ലാ ഹിന്ദുക്കളുടെയും ഒരു സ്റ്റാൻഡ് അതാണ്. എനിക്ക് ഉറപ്പുണ്ട് SNDP എടുത്താലും KPMS എടുത്താലും ഒക്കെ ആ ഒരു സ്റ്റാൻഡ് ഉണ്ട്. അതുകൊണ്ട് സർക്കാർ ആൾക്കാരെ കൂടുതൽ വിശ്വാസത്തിലെടുക്കുക, കക്ഷി രാഷ്ട്രീയത്തിന്റെയും വിഭജനത്തിന്റെയും ഒരു സ്വരമില്ലാതിരിക്കുക, സംഘപരിവാർ പ്രസ്ഥാനങ്ങളിലടക്കം എല്ലാവരെയും ഇൻക്ലൂഡ് ചെയ്യുക. ഒരു പൊതു ഹിന്ദു എന്ന് പറയുന്ന ആൾക്കാർ, ഇനി ബാബുസ്വാമിയുടെ അവിടുത്തെ ആൾക്കാരെയും കൂടെ വിളിക്കണം, സംശയമൊന്നുമില്ല. കാര്യം അവർ ശബരിമലയുടെ ഇന്റഗ്രൽ ഭാഗമാണ്. അങ്ങനെ എല്ലാവരെയും ഒരുമിച്ച് കൊണ്ടുപോകണം. വിമർശനങ്ങളില്ലാതെ കൊണ്ടുപോകേണ്ട ഉത്തരവാദിത്വം സർക്കാരിനാണ്. പ്രഥമ ദൃഷ്ടിയാ നല്ലൊരു ശതമാനം ഹിന്ദു സംഘങ്ങളും സർക്കാരിനോട് യോജിക്കുകയാണ്. എന്നാൽ കൂടുതൽ ഡീറ്റെയിൽസും ന്യൂആൻസും വരുമ്പോഴേ ഇതിന്റെ കാര്യമുള്ളൂ. വിമർശനങ്ങളില്ലാതെ കൊണ്ടുപോകേണ്ട ഉത്തരവാദിത്വം സർക്കാരിനാണെന്ന് അവർ മറക്കരുത്. ശരി. അല്ല, അത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതിൽ യാതൊരു തർക്കവുമില്ല. കാരണം സർക്കാർ ഇനിഷ്യേറ്റീവ് എടുത്ത് ഇങ്ങനെ ഒരു പരിപാടി മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. ആഗോള അയ്യപ്പ സംഗമം സംഘടിപ്പിക്കാൻ തീരുമാനിക്കുമ്പോൾ ഏതൊക്കെ തരത്തിൽ രാഷ്ട്രീയമായും സാമൂഹ്യമായും വിമർശനങ്ങൾ ഉയർന്നു വരുമെന്നും അത് പരിഹരിക്കാനുള്ള ഈ പറയുന്ന സമവായത്തിലൂടെ മുന്നോട്ട് പോകാനുള്ള മാർഗവും കണ്ടുപിടിക്കേണ്ടത് സർക്കാരിന്റെ ഉത്തരവാദിത്തം തന്നെയാണ്. അതിൽ തർക്കമൊന്നുമില്ല. പക്ഷേ ഈ പറയുന്ന രാഷ്ട്രീയ സാമുദായിക സാമൂഹ്യ താല്പര്യങ്ങൾ അതിനുള്ളിലേക്ക് കുത്തിനിറച്ചു കൊണ്ടുവരുന്നുള്ള വിമർശനങ്ങളെ ചർച്ചയ്ക്ക് വിധേയമാക്കാതിരിക്കാനും തരമില്ല. വളരെയധികം പാനലിസ്റ്റ് പ്രേക്ഷകർ.